പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ വിലപ്പെട്ട ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. പൗലോസിന്റെ ലേഖനങ്ങൾ ഏതാണ്ട് 14 ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചു. അതില് പൗലോസിന്റെ ലേഖനങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായ ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമുണ്ട്. അപ്പൊ 4 നിലയില്ല: രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അത് ബൈബിൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ COTR അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഉച്ച കഴിഞ്ഞ് തന്നെ അത് ഉറപ്പാക്കി വെച്ച് പോകണം, ഉറപ്പാക്കി വെച്ച് അവിടെ ചെല്ലുകയും ചെയ്യണം. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. എന്തുവാ ഈ അന്ത്യകാലം? അത് ദൈവമക്കളോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും അനന്തര സംഭവവും. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി പൗലോസ്. 2 ലേഖനം. ആ 2 ലേഖനത്തിൽ 2 വിഷയമാണ് പ്രധാനം. ആ 2 വിഷയം ഇങ്ങനെയാണ്: 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷതയാണ്. ആ 2 പേര് ആരാന്ന് ചോദിച്ചാൽ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിന് ഒരു വാക്യം വായിക്കാൻ. 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ചോ, കാരണം പറയുന്നത് വചനത്തിൽ നിന്ന് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടോട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. മൈക്കിൽ കൂടെ ഒന്ന് വായിക്കാക്കി കുറച്ചുകൂടെ നന്നായിരിക്കും, നമുക്ക് കേൾക്കാമല്ലോ ദൂരത്തിരിക്കുന്നവർക്ക്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ അധർമ്മമൂർത്തി ഇത് എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പല പേരുകളിൽ ഒരു പേരാണ് അധർമ്മമൂർത്തി. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, തുമ്പുകെട്ട ഇടയൻ, വരുവാനുള്ള പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം, എതിർ ക്രിസ്തു, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അന്ത്യക്രിസ്തു എന്നൊക്കെ ചിലര് പറയാറുണ്ട്. എതിർ ക്രിസ്തു വന്ന ശരിയായ പ്രയോഗം പിന്നെ ചില കാര്യം എത്ര പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുകയല്ല. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ പറയല്ല. ഇപ്പൊ എന്നാ ചെയ്യുന്നു? അപ്പോൾ ശ്രദ്ധിക്കുക, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയ്ക്ക് മുന്നേടി നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണം, രാജ്യത്തിന്റെ പോക്ക്, കാലാവസ്ഥ, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങള്, മനുഷ്യന്റെ സ്വഭാവത്തിന് വരുന്ന വ്യതിയാനങ്ങൾ, സഭയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ. ഈ ഞാൻ പറയുന്നത് വിവാദമാകും, എനിക്കത് വിഷയവും അല്ല. ഇനി എന്നാ വിവാദം ഉണ്ടാകാനാ? ഈ അന്ത്യകാലത്ത് ഉണർവല്ല നടക്കുന്നത്. അന്ത്യകാലത്ത് വിശ്വാസത്യാഗമാണ് നടക്കുന്നത്. സ്തോത്രം. വിശ്വാസത്യാഗം. അറിഞ്ഞ വിശ്വാസം, പിടിച്ച വിശ്വാസം, പഠിച്ച വിശ്വാസം, അതിൽ നിന്ന് എല്ലാവരും വ്യതിചലിച്ചു പോകുക. അതാ അന്ത്യകാലത്ത് നടക്കുന്നത്. എൻ്റെ വിഷയമല്ലാത്ത കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. തന്നെയല്ല, ഈ പകല് ഒരാലോക്യം ഉണ്ടാക്കാൻ താല്പര്യവുമില്ല. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു. ഞാൻ കൈകൊണ്ട് കാണിച്ചെടുത്തോളാൻ. അദ്ദേഹം നോക്കുന്നുമില്ല, പെട്ടെന്ന് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്: അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി,
വഴിയൊരുക്കും നിസങ്ങൾ, ഭൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. അപ്പം നിസങ്ങളെല്ലാം വഴിയൊരുക്കുന്നത് എതിർക്രിസ്തു വെളിപ്പെടാൻ വേണ്ടിയാ. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം, പിന്നെ കോൺഗ്രസ്, ഇതെല്ലാം വഴിയൊരുക്കുന്നത് എതിർക്രിസ്തു വെളിപ്പെടാൻ. അതെ, നമ്മുടെ വിഷയം അതല്ലത് കൊണ്ട് രണ്ടാം ലേഖനം എടുക്കണ്ട. നമ്മൾ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നാം ലേഖനത്തിലെ വിഷയം നിങ്ങൾക്കറിയാം. ഒന്നാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായം. 5 അല്ലേ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചില ആൾക്കാർ പുസ്തകം കൊണ്ടുവരികയില്ല. 2 കൊണ്ടുവന്നാൽ തുറക്കത്തില്ല, തുറന്നാലും വായിക്കുകയില്ല. പിന്നെ ഈ ചൂടും പിടിച്ച് വന്നിരിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി അത് പറഞ്ഞ് എഴുന്നേറ്റ് പോയാൽ പിന്നെ അതും ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഒന്നാം ലേഖനത്തിലെ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും ഒന്നാം ലേഖനത്തിലെ വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നുകൂടെ ആവർത്തിക്കാം. 2 ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതി, അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനമാണ് 2 ലേഖനം. 2 ലേഖനത്തിൽ വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര്, ഒരാൾ യേശു ക്രിസ്തു, മറ്റേ ആള് എതിർക്രിസ്തു. രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ വാക്യം പറയാൻ ക്രമത്താലെ ഒന്ന് വായിച്ചോ. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യവും, 5-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യവും. ഈ വാക്യത്തിൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ യേശു വരുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. യേശു സ്വർഗത്തിൽ നിന്ന് വരും. സ്തോത്രം. കടലിൽ നിന്ന് കയറി വരുന്ന ആളല്ല. കടലിൽ നിന്ന് കയറി വരുന്ന കക്ഷികളുണ്ട്, അത് നമ്മുടെ വിഷയമല്ല. അത് അതിലേ വന്നു പൊക്കോളും. അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരും. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചേ. 2:19. നമ്മുടെ കർത്താവ് യേശുവിന്റെ മുൻപാകെ, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷത, അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ക്രിസ്തു നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോട് കൊണ്ട് വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ജയിച്ചിരിക്കുന്ന നാം അവർക്ക് മുമ്പാകെ ഇല്ല. ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അറിയിക്കുന്നു. പിന്നെ 16-ാം വാക്യം നമുക്കെല്ലാം മനഃപാഠമാ. കർത്താവ് താൻ, അത് പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തിലും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കാം. 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. അപ്പോൾ 1-ാം ലേഖനത്തിൽ 5 അധ്യായം, 5 അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഈ 5 വാക്യവും എടുത്ത് പ്രസംഗിച്ചാൽ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് വരികയല്ല. അതുകൊണ്ടാകൊന്നും തോന്നുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. സ്തോത്രം. യേശു വീണ്ടും വരും.
തീരാവിഷാദം നീ വന്നിടാതെ, തീരാവിഷാദം, തീരാവിഷാദം നീ വന്നിടാതെ, ഓ നീ രാജ്യഭാരം ഏൽക്കാ വൈകാതെ, നീ രാജ്യഭാരം ഏൽക്കാ വൈകാതെ, താമസമാമോ. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരും, അതാ നമ്മുടെ പ്രതീക്ഷ. അതെ, ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല, സമയത്തിന് പരിമിതിയുണ്ട്. നിങ്ങൾ വളരെ നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുക, വചനം കേൾക്കാനും ഈ ശുശ്രൂഷകൾ സംബന്ധിപ്പാൻ. ഞാൻ അല്പം വൈകിയാ വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കാറിനകത്ത് ഇരിപ്പോണ്ടെന്ന്. കാറിനകത്ത് ഇവിടം വരെ വന്നേ ഉള്ള, അവിടെ ഇരിക്കുകയല്ല, വന്നങ്ങോട്ട് നിന്നപ്പം അദ്ദേഹം എന്നെ കണ്ടു. അപ്പൊ പുള്ളി ഓർത്ത് ഞാൻ കാറിനകത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അതിനകത്ത് അങ്ങ് ഇരിക്കുകയല്ല, വന്ന് ഇരുന്നേച്ചൊന്ന് ഇറങ്ങണ്ടായോ. അപ്പം അതിന്റെ കാരണം, നിങ്ങൾ ഇവിടെ നേരത്തെ വന്നിരിക്കുക, അതുകൊണ്ട് നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കുന്നില്ല. ദൈവവചനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ കണ്ടത്, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം. ഞാനും നിങ്ങളുമെല്ലാം പാട്ട് പാടും, നന്നായിട്ട് പാടുന്നവരാ. അതിലെ 1-2 പാട്ടിന്റെ വരികള് നമ്മൾ പാടും. പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഞാനും നിങ്ങളും നന്നായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പാട്ട് ഇങ്ങനെ ഉണ്ട്, എൻ്റെ ദൈവമേ. അറിയാവല്ലോ, മതി. ആ പാട്ടറിയാവല്ലോ, അതിനാ. വേറൊരു പാട്ടുണ്ട്, എൻ്റെ ഹിതം പോലെ അതറിയത്തില്ലേ, നടത്തരുതേ. അപ്പം അതും അറിയാം. പിന്നെ വേറൊരു പാട്ടുണ്ട്, നിന്നിഷ്ടം ദേവാ. പിന്നെ അപ്പം ഈ പാട്ടെല്ലാം നമ്മള് പാടുന്നത് നല്ല പാട്ടുകളുമാണ്. അപ്പൊ ഇതിനകത്തുള്ള ആലോചന ഇതാ, നമ്മുടെ ഇഷ്ടമല്ല, പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടം. ഇവിടെ വായിക്കുന്നത്, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? 1-2 കാര്യങ്ങള് ഓർപ്പിക്കാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. ആ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ൽ കിടപ്പുണ്ട് നമ്മുടെ ശുദ്ധീകരണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. അപ്പൊ നമ്മള് ഓരോ ദിവസവും നമ്മുടെ കുറവുകളും പാപങ്ങളും അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരണത്തോടെ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഉണർവും ഒച്ചപ്പാടും അത് നല്ലതാ, അത്യാവശ്യമാണ്, അത് വേണം. ഞാൻ പറയുന്ന നൃത്തം ചെയ്ത് ആരാധിക്കണമെന്ന അത്യാവശ്യമാണ്, അതൊക്കെ വളരെ നല്ലതാ. അങ്ങനെ വേണം ദൈവത്തെ ആരാധിക്കാൻ. അപ്പോൾ തന്നെ ഓരോ നിമിഷവും ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ വാക്ക്, പ്രവൃത്തി, നോട്ടം, നിരൂപണം, ഇടപാട്, കൊടുക്കുവാങ്ങല്, സഹകരണം, അതിലൊക്കെ അപാകതകളും ന്യൂനതകളും വരാം. അതിനെ പെയിന്റ് അടിച്ച് പോഷിപ്പിക്കാതെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിച്ച് ഓരോ ദിവസവും ഞാനും നിങ്ങളും ശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. പിന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള ധാരാളം കാര്യമുണ്ട്, എല്ലാം ഇപ്പൊ എടുപ്പിക്കുന്നില്ല. നാം നീതിയോടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അനീതിക്ക് കൂട്ടു നിൽക്കരുത്, അനീതിയിൽ രസിക്കരുത്, അനീതിക്ക് ചുക്കാൻ പിടിക്കരുത്, അനീതി കണ്ടാൽ കണ്ണടച്ചിരിക്കരുത്. നാം നീതിയോടെ ഇടപെടണം. കാരണം ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം നീതിമാനാണ്. അപ്പോൾ നാം നീതി ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഞാനും നിങ്ങളും നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വത്തെ മിണ്ടാതാക്കണം.
അത് ദൈവ ഇഷ്ടമാണ്. ആ വാക്യം വേണമെന്ന് വായിച്ചു. അത് എല്ലാവരും അങ്ങനെ എപ്പോഴും എടുക്കുന്ന വാക്യമല്ല. മറ്റേ വാക്യങ്ങളൊക്കെ എപ്പോഴും എടുക്കുന്നതാ. പത്രോസിന്റെ 1 ലേഖനം 2:15 തോന്നുന്നു. അത് തന്നെ മൈക്ക് കൂടെ വായിച്ചു ബിജോ പാസ്റ്ററെ. മൈക്ക് കൂടെ നിങ്ങൾ വായിക്കുന്നൊരു മൈക്ക് കൂടെ വായിച്ചു. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. അത് ദൈവേഷ്ടമാണ്. ഈ വാക്യം എല്ലാവർക്കും വലിയ താല്പര്യവുമില്ല. തന്നെയല്ല, വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്യാനും എല്ലാവർക്കും വലിയ പാടൊന്നുമില്ല, താല്പര്യമില്ല. എന്തോ ഇതിനും വേണ്ട പാട്. അപ്പുറം താമസിക്കുന്നതിന് 10 രൂപ കൊടുക്കുന്നതന്നെ ഇതിനും വേണം. ഒന്നേ അവനെ ഇങ്ങോട്ട് വിളിക്കണം, എല്ലാം കൊണ്ട് കൊടുക്കണം. അത് പാടൊന്നുമല്ല. പക്ഷെ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ളൊരു അപ്പനും അമ്മയും ഇരിക്കുന്നില്ല, 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. നാടൻ ഭാഷ പറയാ, ഇവിടെ വിശേഷമായ ഭക്ഷണം ഉണ്ടാക്കുമ്പം അതിന്റെ സ്മെല്ലും ഒക്കെ ചെല്ലുമല്ലോ. അവർക്കല്പം ബുദ്ധിമുട്ടുള്ളവരാന്ന് വിചാരിക്കുക. അപ്പൊ ആ കൂട്ടാനോ അല്ലെ തത്തുല്യമായ ഭക്ഷണം എടുത്ത് അവർ കൂടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. പക്ഷെ നമുക്കതിന് വലിയ താല്പര്യം ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി വെച്ച് പിറ്റേന്നും കഴിക്കാമെന്നും പറഞ്ഞാൽ ഇപ്പം അമ്മ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സിംഹഭാഗം ആൾക്കാരും ഞാൻ ഇവിടുത്തെ രീതികൾ അറിയത്തില്ല. നാട്ടിലൊക്കെ ഞങ്ങളുടെ ഇവിടെ യോഗം വെക്കുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയാ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നവരോടും പറയും, ഞാനും ചെയ്യും, ഇച്ചിരി കൂടുതൽ അങ്ങ് ഉണ്ടാക്കും. കൂടുതലുണ്ടാക്കും. യോഗം കഴിഞ്ഞ് ബാക്കി വരികയാണെങ്കിൽ വരുന്നവർക്കൊക്കെ കൊടുത്തു വിടും ഉണ്ടെങ്കിൽ. അല്ല അതെല്ലാം കൂടി ഇടിച്ച് ഫ്രിഡ്ജിനകത്ത് നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഇളകി പറഞ്ഞു വന്നു, അല്ല ചെയ്താച്ചായി പറയാന്ന്. കുമളി വന്നപ്പം പുള്ളി ഇളകിയതാ കേട്ടോ. അല്ല ദൈവത്തിന് ഇഷ്ടമാണ് അതൊക്കെ. പ്രായമുള്ള ഒരാൾ യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ കസേര ഇല്ല, നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുത്ത് പുള്ളിയെ ഇരുത്തണം. എന്നിട്ട് നമ്മൾ പോയി പുറകുന്നൊരു കസേര എടുത്ത്, ദൈവത്തിന് ഇഷ്ടമാണ്. ഇത് പുള്ളി കയറി വരുമ്പോൾ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം തുറന്നാലല്ലേ പുള്ളി കാണുന്നേ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം, അപ്പം പുള്ളി ആരെങ്കിലും ഇരുത്തുക, പുള്ളി തന്നെ എവിടെയെങ്കിലും ഇരിക്കും. ഉടനെ നമ്മൾ സ്തോത്രം. ഈ വെളച്ചിലും പടയനും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു എൻ ദൈവമേ. പിന്നെ ഞാനെപ്പോഴും പറയും, പ്രായമുള്ളൊരു പിതാവോ മാതാവോ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് നടന്നു പോയി കൈ കഴുകാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അടുത്തിരിക്കുന്നവർ വെള്ളം കൊണ്ട് കൊടുത്തേച്ച് അദ്ദേഹത്തെ കൊണ്ടൊന്ന് സഹായിക്കണം. അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഒക്കെ എന്നെങ്കിൽ അദ്ദേഹം സഹോദരിമാരങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പാത്രം കൊണ്ട് എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. അല്ലാതെ ആരെയും നോക്കാതെ തന്നെ ഇരുന്ന് വാരി കഴിച്ചു അതൊന്നും നല്ലതല്ല. അതെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഞാനിങ്ങനെ പറയുന്നത് എല്ലാവർക്കും വലിയ തൃപ്തിയല്ല. ഇതൊക്കെ ദൈവ ഇഷ്ടമാണ്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാനാക്കണം. ഉദാഹരണം ഞാൻ പറയാം, എപ്പോഴും ഞാൻ പറയുന്നതാ. നമ്മുടെ പിള്ളേർക്ക് സ്കൂള് തുറന്നപ്പം ബുക്ക് മേടിച്ചു. തൊട്ടപ്പുറത്തവന് വളരെ ദാരിദ്ര്യദുഃഖത്തിൽക്കൂടെ പോവുക. 10 ബുക്ക് അവർക്കോട് മേടിച്ച് ഒക്കുന്നെങ്കിൽ കൊടുക്കണം, സാഹചര്യം ഉണ്ടെങ്കിൽ. അവന് 2 പിള്ളേരുണ്ട്. 10 ബുക്ക് മേടിച്ച് കൊടുക്കുന്ന ചിലപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ആയിരിക്കും, മനുഷ്യനല്ലേ. എന്താ പിള്ളേർക്ക് 10 ബുക്ക് ഇത് കൊടുത്തേച്ച് പിറ്റേ ആഴ്ച നീയെ തമ്പിയുടെ ഹൃദയമായിട്ട് അങ്ങോട്ട് ചെല്ലണം. ട്രാക്ട് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ട്, തമ്പിയുടെ ഹൃദയം, തകരുന്ന കപ്പൽ. ഉടനെ അടുത്ത പേരാ നീ എങ്ങോട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ട്രാക്ടിന്റെ നല്ലതാണ്. അതുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ നിന്നെ വിളിച്ചിരുത്തും. ആ കൊച്ചുങ്ങളും വന്നിരിക്കും. അവന്റെ ഭാര്യ ഒക്കുന്നെങ്കിൽ ഒരു കട്ടനും കൊണ്ടുതരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സുവിശേഷം പറഞ്ഞാൽ, യേശുവിനെ പറ്റി പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ചു കേൾക്കും. ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അത് ദൈവഹിതമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്.
ആ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 മുതൽ താഴോട്ട് പഠിച്ചാൽ ദൈവഹിതം 10 കൂട്ടം കാര്യമുണ്ട്. അതൊന്നും ഞാൻ തൊടുന്നേ ഇല്ല. നിങ്ങൾ പിന്നെ വായിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ 18-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഇത് രണ്ടും പൊരുത്തപ്പെടുകയല്ല. പൗലോസ് ഈ വിഷയമല്ലെങ്കിലും വേറൊരു പദം പറഞ്ഞിട്ടുണ്ട്, ജഡാഭിലാഷവും ആത്മാഭിലാഷവും. ഇവർ തമ്മിൽ ശത്രുക്കളാണ് എന്ന് ഇവർ തമ്മിൽ ഉടക്ക. ജഡാഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും പൊരുത്തപ്പെടുകയല്ല. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതവും നമ്മുടെ ഹിതം. ഒരു കാര്യം പറയാം, ദൈവത്തിന് ഇഷ്ടമുള്ള പല കാര്യവും നമുക്ക് പലർക്കും ഇഷ്ടമല്ല. നമുക്ക് പലർക്കും ഇഷ്ടമുള്ള കാര്യമെല്ലാം ദൈവത്തിനും ഇഷ്ടമല്ല. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. നാം ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ജീവിക്കണം. ഒരു കാര്യം ഇവിടെ പറയാം, ഈ ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രയാസമായിട്ടും ദുഃഖമായിട്ടും വേദനയായിട്ടും പ്രയാസമായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഒടുവിൽ അനുഗ്രഹവും സന്തോഷവുമായിരിക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് സന്തോഷമായിട്ടും അനുഗ്രഹമായിട്ടും നന്മയാണെന്നും വിടുതലാണെന്നും വിശാല വഴിയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒടുവിൽ അത് വലിയ വിനയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാ, സ്ഥലവും പേരും പറയുന്നില്ല. ഒരു മാന്യനായ മനുഷ്യനെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, പിള്ളേരെല്ലാം രക്ഷപ്പെടുമെന്ന് കരുതി ആ പിള്ളേരുമായിട്ട് ഞാൻ ഈ രാജ്യത്ത് വന്നത്. ഇപ്പം 10-25 കൊല്ലം കൊണ്ട് മനസ്സിലായി, പിള്ളേരും രക്ഷപ്പെടുകയല്ല, ഞാനും രക്ഷപ്പെടുകയല്ല. മനസ്സിലായി കാണും. എല്ലാവരുടെയും കാര്യമല്ല. നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ വിടുതല, നന്മയാ, വിശാലമായ വഴിയാ, ദൈവം ഒരുക്കിയതാ, കൊള്ളാം, എല്ലാവരും നമുക്ക് അനുകൂലമായിട്ടൊക്കെ പറയും. അയ്യോ, പ്രതീക്ഷിക്കാത്ത വഴി, നല്ലതാ, ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒടുവിൽ അത് മുഴുവനും പ്രശ്നവും പോരാട്ടവും പ്രതിസന്ധിയായിരിക്കും, ദുഃഖവും കണ്ണുനീരുമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഹിതം പ്രാരംഭത്തിൽ നമുക്ക് വേദനയായിട്ടും ശോധനയായിട്ടും പ്രയാസമായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഒടുവിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇനി അടുത്ത ചിന്ത, നമ്മള് പെന്തിക്കോസുകാരാ, മറ്റ് വ്യക്തികളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. അല്പമേ ഉള്ളൂ, മൊത്തം ഒന്നും വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയുകയല്ല, ഒരല്പം. പണ്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറയാം, ഇപ്പൊ ഒത്തിരി ഉണ്ടെന്നൊന്നും പറയാനൊക്കെ അല്പം. പിന്നെ നമുക്ക് വേറൊരു വിശേഷത, നന്നായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. 1, 3, 7, 21, പിന്നെ 40, 100 ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ആരാ ഇരിക്കുന്നെന്നുള്ളതാ. എല്ലാം ചാർജാശയ്ക്ക് മേടിച്ചേച്ച് അതിലെ നടക്കുക. പിന്നെ ചാത്തം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു കളവിനെ ഓടിരുന്നുണ്ട്. അതുങ്ങളിരുന്ന് ഇങ്ങനെ പൂക്കല തുല്ലും പോലെ തുല്ലുന്നുണ്ട്. ഉപവാസപ്രാർത്ഥന എന്നൊക്കെ പേരേ ഉള്ളു, എല്ലാവരും ഒന്നും ഉപവസിക്കുന്നില്ല. അതെ, അപ്പൊ ഈ 3, 7, 21, 100 ഒക്കെ ഇരിക്കുക. നമ്മള് ഈ ദൈവത്തിന് ഹിതമില്ലാത്ത പല വിഷയവും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവഹിതമാക്കി എടുക്കും. അതിന് നമുക്ക് നല്ല കഴിവാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് നിൽക്കണം. ദൈവത്തിന് ഹിതമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല, നമുക്ക് വളരെ ഇഷ്ടവുമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന് ഹിതമില്ലാത്ത വിഷയം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവഹിതമാക്കി നമ്മൾ എടുക്കും. ഈ ഞാന് രാഷ്ട്രീയമൊന്നും പറയല്ല, ചില പാർട്ടിക്കാരെ ശ്രദ്ധിച്ച് അവര്
കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ നിയമസഭ എന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വേണ്ടത് നേടിയെടുക്കണമെങ്കിൽ അവർക്കതിന് സമരമുറകളുണ്ട്. സമരമുറ. അപ്പൊ അതിന് ചില രീതികൾ പറയാം. ആദ്യം അവര് പാർട്ടിയിലെ കുറച്ച് പേര് തേക്കടിക്ക വിലയില് ഒരു സായാഹ്ന ധർണ നടത്തും. സന്ധ്യ ആകുമ്പോൾ ഒരു 5-6 കസേരി ഒക്കെ നിങ്ങൾ ഒരു മൈക്കും ഒക്കെ കൊണ്ടിട്ട് അതിലെ ചുമതലപ്പെട്ടവര് അവരുടെ കാര്യങ്ങൾ പറയും. ഇന്നതാ കാര്യം. അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തത് ഒരു പ്രതിഷേധ യോഗം നടത്തും. അപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആൾക്കാരെ വിളിക്കും. അവർ കുറച്ചുകൂടെ വിശദീകരിച്ച് കാര്യങ്ങൾ. പ്രതിഷേധ യോഗം കൊണ്ടും മെച്ചം വന്നില്ലെങ്കിൽ ഒരു സൂചനാ പണിമുടക്ക് നടത്തും. ചുമ്മാ വരുന്നവന്റെ സ്കൂട്ടർ അറിഞ്ഞില്ലേ, കാറ്റ് കൂട്ടി നാം പിന്നെ തള്ളിക്കൊണ്ട് പോവുക. സൂചനാ പണിമുടക്ക്. സൂചനാ പണിമുടക്ക് കൊണ്ടും വിഷയത്തിന് പരിഹാരമില്ലെങ്കിൽ നിരാഹാരം. അപ്പോൾ അതിനും ചുമതലപ്പെട്ടവർ വന്ന് പരിഹാരം വരുന്നില്ലെങ്കിൽ ചില ദിവസങ്ങൾ അങ്ങ് നിരാഹാരം കിടക്കും. സ്തോത്രം. അപ്പോൾ ഒരു കട്ടിലുമൊക്കെ കൊണ്ടുവന്നിട്ട്, സിംഗിൾ കട്ടില, സൈഡിലിട്ട് പന്തലുമൊക്കെ ഇട്ട് പുള്ളി ഒന്നേ മാലയോ അല്ലെങ്കിൽ പൊക്കയോ ഒക്കെ കൊണ്ട്. അപ്പോൾ ആൾക്കാർ വന്നിരിക്കും. ഇപ്പം പിന്നെ ചാനലുകാരൊക്കെ വരും. മിക്കപ്പോഴും കിടപ്പാണ്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ രീതിയല്ലേ, വാർത്തകൾ വരും, ചാനലുകാർ വരും, അങ്ങനെ പല വന്നും പറയും പുള്ളി നിരാഹാരമായിട്ട് 8 ദിവസമായി. അപ്പം ഡോക്ടർമാർ വന്ന് പൾസ് താന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ പിന്നെ പിന്നെ പ്രശ്നമാകും. അപ്പം അനേകർ വരും. എതിർകക്ഷികളായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ചോദിച്ചു, പിന്നെ ചർച്ചയായി. പക്ഷേ അപ്പൊ പിന്നെ ചുമതലപ്പെട്ടവർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ധാരണയിലായി. സമരം നിർത്തി. ഉടനെ നാരങ്ങാവുള്ള ഒരാൾ കൊടുത്ത്, ചിലപ്പോൾ ആംബുലൻസ് വന്നെന്ന് വരാം, കയറ്റി കൊണ്ടുപോയി ട്രിപ്പും ഒക്കെ ഇട്ട ആള്. അപ്പൊ അത് പരിഹാരമായി. ഇത് തന്നെയാ പെന്തിക്കോസുകാരൻ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം. നമുക്ക് ഒരു വിഷയം നേടിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു സായാഹ്ന ധർണ നടത്തും നമ്മുടെ വീട്ടില്. പാസ്റ്ററോട് പറയും, പാസ്റ്റർ ചൊവ്വാഴ്ച വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പം ഒരു ബണ്ണും ഒരു കാപ്പി. സായാഹ്ന ധർണ. അതുകൊണ്ട് ഒത്തില്ലെങ്കിൽ പിന്നെ നമ്മളെ ഒരു സൂചനാ പണിമുടക്ക. വെള്ളിയാഴ്ച പകല് ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന ഉച്ചവരെ. ഞങ്ങളെ ഒരു പാസ്റ്ററേയും വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇതിന് നല്ല ആളാ. അതുകൊണ്ട് ഒക്കുന്നില്ലേ പറയും, പാസ്റ്റർ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന. 3 ദിവസവും 3 പേരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ബന്ധനം അഴിക്കുന്നയാള്, 2-ാം ദിവസം അഴിച്ചത് കെട്ടുന്ന ആള്, 3-ാം ദിവസം ഇതിനെല്ലാം പൊട്ടിക്കുന്ന ആള്. ഇത് തന്നെ അഴിക്കുക, കെട്ടുക, പൊട്ടിക്കുക, ആയിക്കോട്ടെ. ഇതാണ് നമ്മുടെ രീതി. അതുകൊണ്ട് രക്ഷയില്ലേ പറയും, പാസ്റ്റർ ഞങ്ങൾ ചില ദിവസങ്ങൾ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ പാസ്റ്റർ ചോദിക്കുക, എത്രതാ? അത് ചില ദിവസങ്ങൾ ഇരിക്കുക, ഇതിനൊരു പരിഹാരം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പ്രതിഷേധമാണ്. അപ്പോൾ സഭയെ അറിയിച്ചു, വേണ്ടപ്പെട്ടവരെ അറിയിച്ചു, നാട് മുഴുവൻ അറിഞ്ഞു. പുള്ളി ചില ദിവസങ്ങൾ ഇരിക്കുക. പുള്ളിക്ക് ഒത്താശയുള്ളവർ വന്നു. സ്തോത്രം. ഒന്നും അധൈര്യപ്പെടേണ്ട, ഇരുന്നു, ഞങ്ങളും കൂടെ ഉണ്ട് പുള്ളിയെ ഇളക്കുക. സ്തോത്രം. ഞങ്ങൾ വന്നില്ലെങ്കിലും അവിടെ ഇരുന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ധൈര്യത്തോടിരിക്കും, ഒന്നും പതറരുത്, ചഞ്ചലിക്കരുത്. ക്ഷീണം വല്ലതും തോന്നുന്നുണ്ടോ? അപ്പോൾ പുള്ളി 10, 20, 21 ഒക്കെ അംഗീകരിക്കും. അങ്ങനെ ഇരിക്കുമ്പം പുള്ളിയും മനസ്സിലാക്കും, ഇരുന്നെങ്ങാനും തൊലഞ്ഞു പോയാൽ ദൈവനാമത്തിന് ദോഷമാണ്. 3-6 നേരം ആട് ചവച്ചിരിക്കും പോലെ ചവച്ചിരിക്കുന്നവനെ ചുമ്മാ ഇരിക്കുമ്പോഴും, പണ്ടൊരാൾ പറഞ്ഞു, ചുമ്മാ ഇരിക്കുമ്പോൾ കടിച്ചും ചവച്ചിരിക്കുന്ന അണ്ണാച്ചി കപ്പലണ്ട് കണ്ടാ വെച്ചേക്ക് പോന്നു. ചുമ്മാതിരിക്കുമ്പോഴും തീറ്റയാ. ഈ പുള്ളി 21 ദിവസം കഞ്ഞിയും വെള്ളം കുടിക്കാതിരുന്നെങ്ങാനും ചത്തുപോയാൽ ദൈവനാമവും ദുഷിക്കും, ഈ വേലയ്ക്കും ക്ഷീണമാണ്. അതുകൊണ്ട് ദൈവം പുള്ളി പറഞ്ഞ വിഷയം അങ്ങ് പരിഹരിക്കും.
ഉടനെ നമ്മൾ പിറ്റേ ആഴ്ച പറയും ഞാൻ 21 ഇരുന്നു, ദൈവം അത്ഭുതം ചെയ്തു, പ്രവർത്തിച്ചു. കേൾക്കുന്നവർ ഉടനെ കൈ ഉയർത്തി, അല്ലെ നമ്മൾ പറയും നിങ്ങൾ കരമുയർത്തി ഉറക്കെ പറയാൻ പറയും. നമ്മൾ പറയാൻ ഓങ്ങിയിരിക്കുക. അപ്പോൾ എന്നാൽ ഇതിൽ പലതും ദൈവത്തിന് ഹിതമല്ല. നമ്മൾ ദൈവത്തെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തുക, അതിനിങ്ങനെ പറയാം, നിർബന്ധിത ദൈവഹിതം. നിർബന്ധിത ദൈവഹിതം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ചെലുത്തി, നിർബന്ധം ചെലുത്തി, അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ നിർബന്ധിച്ചാക്കി എടുക്കുക. അങ്ങനൊന്നും ദൈവമക്കൾ ചെയ്യരുത്. നമുക്ക് വേദപുസ്തകത്തിൽ ലഭിച്ചിരിക്കുന്ന വ്യവസ്ഥ എങ്ങനെയാണെന്നറിയാമോ? ഏത് വിഷയം പ്രാർത്ഥിച്ചാലും ഇങ്ങനെ പ്രാർത്ഥിച്ചോണം, കർത്താവേ അവിടുത്തേക്ക് തിരികിതമാണെങ്കിൽ. ഇതാ നമ്മുടെ വ്യവസ്ഥ. ചിലര് പറയാറുണ്ട് ഞാൻ പിടിച്ച് മേടിച്ചെന്ന്. അങ്ങനെ മേടിക്കരുത്, വിനയാകും. തന്നല്ലാതെ നിന്നെ വിടുക. ആരെ വിടുക? അല്ല, നിങ്ങൾ പറ. ഇപ്പൊ ആരും മിണ്ടുന്നില്ല. മാട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ലെന്ന്. അപ്പൊ എന്റെ ആശയം ഏതാ? നമ്മൾ ദൈവത്തെ പിടിച്ചു വച്ചിരിക്കുക. എന്ത് ചെയ്താ? വിടുകയല്ല. ദൈവം ഇപ്പം വെട്ടിനകത്ത് വീണിരിക്കുക. തങ്കമ്മ എന്നെ വിട്, എനിക്ക് പോകേണ്ടതാ, തരല്ലാതെ എന്നെ കുമളിന്ന് വിടുകയല്ല. അല്ല, ആശയം അതാ. അങ്ങനെ പാടില്ല. അവിടത്തേക്ക് തിരികതമുണ്ടെങ്കിൽ, അവിടുത്തെ ഹിതമാണെങ്കിൽ, അവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ, അതാ നമുക്കുള്ള വ്യവസ്ഥ. സ്തോത്രം. നേരുനിര പാമ്പാഴിയോ നീണ്ട നടയോ കൂറുതോ, നേരുനിര പാമ്പാഴിയോ നീണ്ട നാടയോ കൂറുതോ, പാരംകാരൻ ഓടുന്നതും പാരീതിലും ഭാഗ്യങ്ങളോ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട തീടണമേ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ പിടിച്ചു മേടിക്കണ്ട, അവിടുത്തെ ഹിതമാണെങ്കിൽ. ഞാൻ മുമ്പോട്ട് ചില കാര്യങ്ങൾ ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഇന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറഞ്ഞാ പോരെ? ആട്ടെ. ലോകം കഴിഞ്ഞ് പറഞ്ഞ പുള്ളിക്ക് അഭിഷേകം ഇല്ലെന്നാ. സ്തോത്രം. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ തിരിഹിതം നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ദൈവഹിതമാക്കി എടുക്കരുതെന്നായി പറഞ്ഞത്. അങ്ങനെ എടുത്താൽ ഒടുവിൽ വിനയാകും, ഒടുവിൽ പ്രയാസമായി തീരും. ഒന്ന് രണ്ട് തെളിവുകള് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. വചനമാണല്ലോ നമ്മുടെ അടിസ്ഥാനം. നിങ്ങൾക്കറിയാം ചില ഭാഗങ്ങള് ഈ ഹിസ്കിയ രാജാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ഹിസ്കിയാവിന് അങ്ങനല്ലേ? ഇരിപ്പോണ്ടിട്ട് അയാൾ യാകട്ടെ, അമ്മക്ക് എന്നാ എന്നായിരിക്കും. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം, മരണകരമായ രോഗം. എന്തോ രോഗമാണെന്നും എഴുതിയിട്ടില്ല, മരണകരമാണ്. ഇന്നത്തെ രീതി അനുസരിച്ച് വല്ല ബ്രെയിൻ ട്യൂമറോ ക്യാൻസറോ കിഡ്നി പ്രോബ്ലമോ ഹാർട്ട് എന്തു ആയിക്കോട്ടെ, ഇന്ന രോഗം വരുമ്പോൾ അത് ഇന്ന വിഷയമാണ് നമ്മൾ വിധിക്കുമൊന്നും വേണ്ട. ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്. മുമ്പേ അദ്ദേഹം പറഞ്ഞ പോലെ സാക്ഷ്യം ആരോ പറഞ്ഞതല്ലേ പറഞ്ഞേ, അവൻ പാപം ചെയ്തിട്ടാണ്. നമ്മൾ ആരെയും വിധിക്കണ്ട, അതൊക്കെ ദൈവം അവരും കൂടെ തീർത്തോളും.
ഒരാൾക്ക് രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ആമേൻ, നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പാപം കൂടെ ഏറ്റു പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാ വേറെ പുസ്തകത്തിലെ പ്രമാണം. തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പൻ. അതാ പുസ്തകത്തിലെ വ്യവസ്ഥ. അല്ലാതെ ഉടനെ അവന് രോഗമാണെന്ന് കേട്ടുമ്പോൾ രണ്ടുപേര് അവിടെ നിന്ന് വിധിച്ചേച്ച് അനുഭവിക്കും. നിനക്കെന്നതാ വരാൻ പോകുന്നത്? നിനക്കെന്തുവാ വരാൻ പോകുന്നത്? അവന് വന്ന് ചെറുതങ്ങ് മാറി, നിനക്ക് വലിയ കോടാലി വരാനിരിക്കുക. നമ്മളാരെയും വിധിക്കണ്ട. അപ്പൊ അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. പ്രവാചകനാകുന്ന യെശയ്യാവ് വന്ന് ദൂത് പറഞ്ഞു, ഹിസ്കിയാവേ, നീ സൗഖ്യമാകത്തില്ല, മരിച്ചു പോകും. എന്തോ പ്രവചനമാണ്. ഇന്നെങ്ങാനും അങ്ങനെ പ്രവചനം പറഞ്ഞാൽ തല്ലുകൊണ്ട് പോവുകയുള്ളൂ. ഇന്നങ്ങനെ പറയത്തുമില്ലല്ലോ. ചാകാൻ കിടക്കുന്നവനോടും കയറി പ്രവചിക്കുന്നത്, അച്ചായൻ ജംബോ ജെറ്റിൽ കാലിഫോർണിയയിൽ നിൽക്കുന്നത് ഞാൻ മുഴുത്ത പ്ലെയിൻ ഇരുന്നോട്ടെ, ഇൻഡിഗോയിൽ കയറിയിട്ട് ആര് കാണാനാ? അച്ചായൻ ജംബോ ജെറ്റിൽ അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ് മരിച്ചു പോകുക, സൗഖ്യമാകുകയല്ല. ഉടനെ ഹിസ്കിയാവ് ചുവരോട് ചേർത്ത് മുഖം തിരിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്ക് ഒരു അല്പം പ്രാഗൽഭ്യമൊക്കെ ഉണ്ട്. ദൈവമേ, ഞാൻ നിന്റെ മുമ്പാകെ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടെ ഒക്കെ നടന്നതൊന്ന് ഓർക്കണേ. പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ നടുമുറ്റത്ത് പോയ പ്രവാചകൻ തിരിച്ചു വന്ന് പറഞ്ഞു, 15 വർഷം കൂട്ടി. ഇത് പിടിച്ചു മേടിച്ചതാണ്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പിടിച്ചു മേടിച്ചതാണ്. മറുവശം, ആ സമയത്ത് ഹിസ്കിയാവ് മരിക്കുന്നതായിരുന്നു ദൈവഹിതം. ആ സമയത്ത് എൻ്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ, യെശയ്യാവ് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഏൽപ്പിക്കണം. കർത്താവേ, ഇതുവരെ ശുശ്രൂഷയിലെ ജീവിതത്തിലെ വന്നുപോയ അപാകതകൾ, പാളിച്ചകൾ ക്ഷമിച്ച് പുറത്ത് ഒന്നുകൂടെ എന്നെ ശുദ്ധീകരിച്ച്, നമ്മുടെ രീതി അനുസരിച്ച് പറയുക, ശുദ്ധീകരിച്ച് അങ്ങ് നഷ്ടപ്പെട്ടു പോകാൻ അവിടുത്തെ സന്നിധിയിൽ കാണുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങിയേക്കണമായിരുന്നു. പുള്ളി ഉടനെ ഞാൻ നിങ്ങളും അങ്ങനെ ചെയ്യുള്ളൂ, കുറ്റമല്ല. ഉടനെ ചുമരോട് ചേർത്ത് പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രവാചകൻ തിരിച്ചു വന്ന് പറഞ്ഞു, 15 തന്നെന്ന് പറഞ്ഞു. പുള്ളി പള്ളി വന്ന് സാക്ഷ്യമൊക്കെ പറഞ്ഞു. കേട്ടവരുമെല്ലാം ദൈവത്തെ സ്തുതിച്ചു. ഞാൻ ആ ഉപദേശിയെങ്കിൽ പറയും, നമ്മുടെ ഹിസ്കിയാച്ചായനെ പറഞ്ഞ സാക്ഷി നിങ്ങൾ കേട്ടില്ലയോ? കരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഞാൻ അവിടുത്തെ ഉപദേശിയെങ്കിൽ പറയിപ്പിക്കും. അത് നല്ലതാ. പക്ഷേ ഹിസ്കിയാവ് മരിക്കുന്നതായിരുന്നു ആ സമയത്ത് ദൈവഹിതം. ഇദ്ദേഹം മരിക്കാഞ്ഞത് കൊണ്ട് 15 വർഷം കിട്ടിയത് കൊണ്ട് എന്തെല്ലാം വിനയുണ്ടായി. ആ മരണത്തിൽ നിന്ന് പിടിപ്പിക്കുവാൻ അത്തിപ്പഴക്കട്ട കൊണ്ട് പുരട്ടിയെന്ന. നിങ്ങളാണ്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 വായിച്ചേ. ആ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള ആ തിരുവഴുത്തുകൾ മൈക്ക് കൂടെ ഒന്ന് വായിക്കാൻ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 മുതൽ ഒന്ന് വായിച്ച് സഹായിക്കണം. വായിച്ചേ. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പ് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവാകുന്ന ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. നിന്റെ കണ്ണുനീർ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. 3-ാം ദിവസം പള്ളിയിൽ ചെല്ലും. പിന്നെ ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിത്തരും. പിന്നെ ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. പിന്നെ അടുത്തത്, എന്റെ നിമിത്തവും അശ്ശൂരിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ
കാത്തു രക്ഷിക്കും. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട പിന്നെ കൊണ്ടുവന്ന് യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവൻ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. ആ അവനത് കൊണ്ടുവന്നു, പരുവിന്മേലിട്ടു, പരിവിന്മേലിട്ടു, അവന് സൗഖ്യമായി. അവന് സൗഖ്യവുമായി. അപ്പൊ ഇങ്ങനെ വിടുതല കിട്ടി. കണ്ണുനീര് കണ്ടു, പ്രാർത്ഥന കേട്ടു, മറുപടി ദൈവം കൊടുത്തു. അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരിവിലിട്ടു, സൗഖ്യമായി. 15 വർഷവും കൂട്ടിക്കൊടുത്തു. പക്ഷേ ഇങ്ങനെ ഈ സമയത്ത് മരിക്കുന്നതായിരുന്നു നല്ലത്. ഈ 15 വർഷം കൂട്ടിക്കിട്ടി ഇയാൾക്ക് സൗഖ്യവും വിടുതലും ഒക്കെ കിട്ടിയപ്പോൾ ഇയാളുടെ തനിനിറം പിന്നെയും വെളിപ്പെട്ടു. 12 മുതലുള്ള വാക്യം വായിച്ചേ. ആ 20:12 വലത്തുവശത്ത്. അക്കാലത്ത് ബലദാന്റെ മകനായ ഹെരോദോക്ക് ബാലൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. പിന്നെ ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തന്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു. നിർത്തിക്ക്. എങ്ങനുണ്ട്? ഇയാള് യാഗായിരുന്നെങ്കിൽ ഈ കോടാലി ഒന്നും ഒപ്പിക്കുകയല്ലായിരുന്നു. ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും ദൈവാലയത്തിലിരുന്ന മുഴുവൻ സാധനവും ബാബേൽ രാജാവിനെ കൊണ്ട് കാണിച്ചു. അയാൾ കാണാത്തതും കൂടെ കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ, ഇത് മെയിൻ പാസ്റ്റർ. ഈ പാസ്റ്റർ താമസിക്കുന്നത് ഇന്നടത്താണ്. പുള്ളിയുടെ വീടാണ് അത്. സ്തോത്രം. വീടിനകത്ത് സ്വിമ്മിംഗ് പൂള് ഉണ്ട്. പുള്ളി ഹെലികോപ്റ്ററിലാണ് പോവുകയും വരികയും. ഇയാള് തൊലയായിരുന്ന ഇത് വല്ലതും കാണിക്കൂ? ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയുക. ഇതാണ് ഞങ്ങളുടെ സഭയുടെ ഓഫീസ്. ഇതാണ് അക്കൗണ്ട് സെക്ഷനിലുള്ള പുള്ളി. ഇതാണ് പുള്ളിയെ ഉള്ളോട് ചോദിച്ചാൽ എല്ലാം തരും. പുള്ളിയുടെ നമ്പർ ഞാൻ തരാം. ന്യൂട്രലൊന്ന് മുഴുവൻ കൊണ്ട് കാണിച്ചെന്ന്. ഇനി കാണിക്കാത്തത് ഒന്നുമില്ല. ഞാൻ വചനം ധ്യാനിച്ചപ്പം വേറൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ഉടക്കിക്കോ. ഇയാൾ എന്തോ അക്രമമാ കാണിച്ചത്. ഇയാള് ഈ ദൈവാലയത്തിൽ പതിപ്പിച്ചു വെച്ച പൊറന്നെല്ലാം കൂടെ പറിച്ചെടുത്തു കൊടുത്തെന്ന്. ഞാൻ വാക്യം തരാം. എല്ലാം കൂടെ പുള്ളി പറിച്ചെടുത്തു കൊടുത്തെന്ന. ശത്രുക്കൾ വന്നപ്പോഴേ അത് മുഴുവൻ പുള്ളി, നിങ്ങൾ ആ വാക്യം കണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മുഴുവൻ പറിച്ചെടുത്ത് അശൂർ രാജാവ് ബാബേൽ രാജാവിന് കൊടുത്തെന്ന. താഴോട്ടൊന്ന് വാക്യം വായിച്ചേ. ഇല്ലായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവൻ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവൻ ദൂരദേശത്തു നിന്നും ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒന്നുമില്ല, പിന്നെ ഒരു വസ്തുവില്ല എന്ന് പറഞ്ഞു. ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക. രാജധാനിയുള്ളതൊക്കെ നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിൽ ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം കൂടെ പറിച്ചെടുത്ത് കൊടുത്തൊന്നൊരു വാക്യമുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസവും വചനം ധ്യാനിച്ചപ്പോൾ ആ ഭാഗം ഇങ്ങനെ ഓർത്ത്. ഞാനാട്ടെ യോഗം തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എടുത്തു തരാം. അത് മുഴുവൻ ഇവൻ പറിച്ചെടുത്ത് ബാബേൽ രാജാവിന് കൊണ്ട് കൊടുത്തെന്ന. കണ്ടോ? അതെ. അപ്പൊ ഈ 20:12 മുതൽ പഠിക്കുമ്പോൾ 20:1 മുതൽ പഠിക്കുമ്പോൾ ഇതൊക്കെ മരിക്കുന്നതായിരുന്നു ദൈവഹിതം. പ്രവാചകൻ വന്ന് പറഞ്ഞു മരിക്കും, സൗഖ്യമാകുകയല്ല, ടൈമായി. അപ്പൊ ഹിസ്കിയാവ് ചെയ്യേണ്ടത്, കർത്താവേ എന്റെ സമയമായി, എന്റെ ശുശ്രൂഷകൾ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ അപാകതകൾ പോഷത്വങ്ങൾ ക്ഷമിച്ച് എന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിച്ച് ആത്മാവിലെയും ജഡത്തിലെയും കന്മഷം ഒന്നുകൂടെ നീക്കി അവിടുത്തെ ഹിതമായെങ്കിൽ എന്നെ ഒന്നുകൂടെ ഒരുക്കി അവിടെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ചേരുന്നതായിരുന്നു നല്ലത്. നമ്മുടെ ഭാഷ പറഞ്ഞ പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിച്ചു, പിടിച്ച് മേടിച്ചെന്ന്.
പിടിച്ചു മേടിച്ചപ്പോ 15 കിട്ടി. ആ 15ന്റെ ആരംഭത്തിൽ സൗഖ്യമായപ്പോ ഇയാള് ബാബേൽ രാജാവ് സമ്മാനമെല്ലാം കൂടെ കൊണ്ട് കൊടുത്തപ്പോൾ ഇയാളെ ഇളകി മുഴുവൻ സാധനം കൊണ്ട് കാണിച്ചു. നിങ്ങൾ ബാക്കി പിന്നീട് വായിച്ചാൽ മതി. മുഴുവൻ കൊണ്ട് കാണിച്ചു. കാണിക്കുക മാത്രമല്ല, ഇയാൾക്ക് പിന്നെ ഒരു ചെറുക്കനുണ്ടായി, മനശ്ശെ. ഇതുപോലെ നശൂലം പിടിച്ചൊരു ചെറുക്കൻ മനേശെ. അവനാണ് മുടിശക്തിയോടാ കയറി വന്ന് 21-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ചു വായിച്ചു. മനേശയുടെ കാര്യം അവന് വല്ലാത്ത ഒരു പെശകുകാരനാ. മനസ്സ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ബത്ശീബ എന്ന പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം ഇവൻ അനിഷ്ടമായുള്ളത് ചെയ്തു. പിന്നെ ചെയ്തു. അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. അപ്പൻ നശിപ്പിച്ചതല്ല ഈ ചെറുക്കൻ വീണ്ടും പണിതു. പിന്നെ ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠിച്ച് ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ചു, സേവിച്ചു. യെരൂശലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിത്. എങ്ങനെയുണ്ട്? ഇവനെ പറ്റി ഒത്തിരി ഉണ്ട് പറയാൻ. ഈ ഹിസ്കിയാവ് മരിക്കുകയായിരുന്നെങ്കിൽ ഈ നാശമൊന്നും ഉണ്ടാകുകയല്ല. തന്നെയല്ല, ഞാൻ നിങ്ങൾ ആ പറിച്ചെടുത്ത് കൊടുത്ത് ഞാൻ വാക്യം കണ്ടു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-15 വായിച്ചേ. പറിച്ചെടുത്ത് കൊടുത്തെന്ന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചേ. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്ത് ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്ന് പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു. മതി. അങ്ങനുണ്ട്. ആര് ചോദിക്കാനാ? ഏക തോന്നുമ്പം വെക്കുകയും ചെയ്യാൻ തോന്നുമ്പം പറിച്ചെടുക്ക്. പണ്ടൊരു തള്ള അവര് ഭക്ഷണം കഴിച്ച പാത്രത്തിൽ തന്നെ പട്ടിക്കും ഭക്ഷണം കൊടുത്തു. അപ്പം കൂടെ എന്ന് പറഞ്ഞ് അതിനകത്താണ് എൻ്റെ വീട്ടിൽ എൻ്റെ ശട്ടം, എൻ്റെ ചട്ടിയിൽ എൻ്റെ പട്ടിക്ക് ചോറ് കൊടുക്കും. നിനക്ക് എന്നാന്ന്? എങ്ങനുണ്ട് തള്ള? മറ്റേത് അപ്പുറത്തെ തള്ളയാ. അയ്യോ, നിങ്ങൾ കഴിച്ച ചട്ടിയിലാണ് പട്ടിക്ക്. എന്നിട്ട് തള്ള പറഞ്ഞതാ, എൻ്റെ വീട്ടിൽ എൻ്റെ ശട്ടം, എൻ്റെ ചട്ടിയിൽ എൻ്റെ പട്ടിക്ക്. പുള്ളി എല്ലാം പതിപ്പിച്ച് വെച്ച് പുള്ളി തന്നെ പറിച്ചെടുത്ത്. എന്ത് വിനയുണ്ടായി! എന്നാൽ ദൈവത്തിന്റെ ഹിതം ആ സന്ദർഭത്തിൽ ഇദ്ദേഹം കടന്നു പോകാതെ. ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം, അത് പറഞ്ഞ ആ ഭാഗം വിടാം. ഈ വിടുതൽ കൊടുക്കാൻ ഒരു കാര്യം കൂടെ യെശയ്യാ പറഞ്ഞു. ഇതിന്റെ അടയാളം എന്നാ? അടയാളം ആകാശിന്റെ കടികാരം. അങ്ങനെ ഒരു പദമുണ്ട്, ആകാശിന്റെ കടികാരം. വിടുതൽ കിട്ടാൻ മറുവശം പറയാം. വിടുതൽ കിട്ടണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആകാശിന്റെ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരിക്കുന്ന നടല് 38:8 ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 38:8. ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച്. അപ്പൊ ഞാൻ വേറൊരു ചിന്ത പറയാം. ആകാശിന്റെ കടികാരം എന്തുവാ? ആകാശിന്റെ കടികാരം, ആകാശിന്റെ കടികാരം. കടികാരം എന്ന് പറഞ്ഞ എന്നാ? അതാ. അപ്പോൾ ആകാശിന്റെ കടികാരം ഇവിടെ ഒരു ദൂറ് പറയാൻ, നിന്റെ രോഗത്തിന് ശമിക്കാൻ തരാം, നിന്റെ പരിവിനെ പൊറപ്പിക്കാം, നിനക്ക് ആയുസ് കൂട്ടിത്തരാം, നിനക്ക് ആരോഗ്യമൊക്കെ ഞാൻ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ പറയാം. ആകാശിന്റെ കടികാര പ്രകാരം തിരിച്ചു കൊണ്ടുവരണം ഇറങ്ങിപ്പോയതിന്. ഈ ആകാശ് ആരാ? ആകാശ് ആരാന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ഹിസ്കിയാവിന്റെ അപ്പന
ആകാശം എന്ന് പറഞ്ഞാൽ ഇവന്റെ അപ്പനാകുന്ന ആകാശ് ക്രമക്കേട് കാണിച്ചു. ആ ക്രമക്കേടിന് നീ പരിഹാരം വരുത്തിയാൽ നിന്റെ ആയുസ് ഞാൻ കൂട്ടിത്തരും. സ്തോത്രം. ആകാശിന്റെ അപ്പനാ യോധാമിന്റെ അപ്പനാ ഉസിയാവ്. അപ്പം ഉസിയാവിന്റെ മകൻ യോധാമിന്റെ മകൻ ആകാശിന്റെ മകൻ കിസ്കിയാവിന്റെ മകൻ മനേഷ്. അങ്ങനെ ആയി തലമുറ. ആരോട് പറയാം? അപ്പോൾ കിസ്കിയാവിന് മരിക്കത്തെ രോഗം പിടിച്ചു, ദീനം കൂടുതലായി, മരിക്കാൻ പോവുകയാണ്, കിടക്കയിലാണ്, പരുവുണ്ട്, പരുവക്കേടാ. അപ്പൊ പറഞ്ഞു വിടുതൽ ഞാൻ തരും. പക്ഷെ ഒരു അവസ്ഥ, ആകാശിന്റെ കടികാരെന്നോടെ പറയാൻ കാര്യം ഇങ്ങനെ ന്യായമായിട്ട് പറയാം. നിന്റെ അപ്പൻ ചില ക്രമക്കേട് കാണിച്ചു, അതിന് നീ പരിഹാരം വരുത്തണം. എന്തുവാ പരിഹാരം? പറയാം. ഈ ആകാശ് എന്ന് പറയുന്നവന് ഗുണം വന്നവനല്ല. ഉസിയാവ് മുതലേ ഗുണക്കേടാ. അയാൾ പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കി. ആരാ? ഉസിയാവ്. അവന് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. 26:16 വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26:16 വലത്തുവശത്ത് ആ കണ്ണിക തുടങ്ങുന്നിടത്ത് 26:16. പെട്ടെന്ന് വായിക്കും. നിങ്ങളെ വാക്യം വായിക്കാൻ ഒരു അമാന്തം. എനിക്ക് വന്ന് തിരുവല്ല എന്ന സഹോദരിമാരെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയുടെ കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ ഇവന് യഹോവയുടെ ആലയത്തിൽ കടന്നു, പള്ളിക്കകത്ത് കയറി അധികാരം വെച്ചോണ്ട് കയറിയത്. ഇവൻ രാജാവല്ലേ, ആര് ചോദിക്കാനാ? അപ്പോൾ അസരിയാ പുരോഹിതൻ പറഞ്ഞ് ആമൻ യുസിയാവേ, ഇത് നിങ്ങൾ ചെയ്യേണ്ടതല്ല, പുരോഹിതന്മാരാകുന്ന ഞങ്ങൾ ചെയ്യേണ്ടതാ. പറഞ്ഞ് മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. ഇവനടക്കുന്ന വഴക്കുണ്ടാക്കി. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചെന്ന. അങ്ങനെ എഴുതിയേക്കുന്നത്. 19-ാം വാക്യം അങ്ങനല്ലേ? ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ബൈബിള് കൈ വെച്ചോണ്ട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരില്ലേ? ബൈബിള് കക്ഷത്ത് വെച്ചോണ്ട് അടിക്കാൻ ചെല്ലുന്ന ആൾക്കാരുണ്ട്. ചിലർ പിന്നെ മര്യാദക്കാരാ. ബൈബിള് പറയാം, കുഞ്ഞമ്മ നീ പിടിച്ച് ഞാൻ എൻ്റെ കൂടെ പൊട്ടിച്ചേച്ച് വരട്ടെ. അത് കുറച്ചുകൂടെ മര്യാദയുണ്ട്. അവിടെ കയ്യിലോട്ട് കൊടുത്തേച്ച്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമായി. എവിടാന്നും പേര് പറഞ്ഞില്ല. ഒരു യോഗത്തിൻ്റെ ഒരു തള്ള ഇരുന്ന് ഉറങ്ങി. അച്ഛന് പ്രസംഗം ഏത് സഭയിലാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, മോശമല്ലയോ? പഴയ ആൾക്കാരാ. അവർ തള്ള ഇരുന്ന് ഉറങ്ങി. അപ്പൊ ഈ തള്ള ഉറങ്ങിയപ്പോ അച്ഛന് ഇഷ്ടപ്പെട്ട. അച്ഛൻ ദൂതൊക്കെ ഒരുക്കി, എന്ത് കഷ്ടപ്പെട്ട് ദൂതൊരുക്കി. അന്ന് മൈക്കൊന്നും ഇല്ലല്ലോ, ശബ്ദമെടുത്ത് സംസാരിക്കണ്ടേ. അപ്പൊ അച്ഛൻ ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞപ്പോ ഈ തള്ള ഫ്രണ്ടിൽ ഇരുന്ന്. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞ ഭാഷ പഴയ രീതിയിലാ. തള്ളെ, ഞാന് നെഞ്ചു പൊട്ടി ഇവിടെ നിന്ന് പ്രസംഗിക്കാം, നിങ്ങൾ അന്നേരം ഇവിടെ മുന്നിൽ വന്നിരുന്ന് തൂക്കിക്കെട്ടുകാന്നോ? പുള്ളി ഇങ്ങനെ നോക്കി വെച്ച് പോയി. ഞാന് നോക്കിയിട്ടൊന്നും ഇവരെ ഒന്നും എറിയാൻ കിട്ടുന്നില്ല. അച്ഛൻ നോക്കി വെച്ച് പോയി. ഞാൻ ഈ ബൈബിൾ എടുത്ത് ഒറ്റ ഏറെറിഞ്ഞാൽ, ബാക്കി ഞാൻ പറയാനില്ല, കനമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ബൈബിൾ എടുത്ത് എറിയുന്നവരുണ്ട്, ബൈബിള് കൈ വെച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ട്, ബൈബിളിന് എറിയുന്നവര് ഉണ്ട്. ഇവിടെ ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കും. സിനിമേശ ഒരുക്കി വെക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്നവരില്ലേ എത്രയോ സ്ഥലങ്ങളിൽ? അത് തട്ടിക്കളഞ്ഞവരില്ലേ? പക്ഷെ അവന്റെ സന്തതി അവനൊന്നും ഗുണം വരികയല്ല. ഈ ആരാധനാ സമയത്തൊന്നും പാടില്ല. ആരാധനാ സമയം ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചതാ. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കാനാ വന്നു കൂടുന്നത്. അന്നേരം അലപ്പറയോ ബഹളമോ അഭിപ്രായം ഒന്നും പാടില്ല. വീട്ടിലാണെങ്കിലും സഭയിലാന്നൊക്കെ അഭിപ്രായ വ്യത്യാസം കാണും. അതൊക്കെ സഭായോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് അതിന് പ്രത്യേക സമയം കണ്ടെത്തി, എൻ്റെ ഭാഷ പറയാം, സഭാഗോളി പോലും വെച്ച് മിണ്ടരുത്. ഇത് മിക്കയിടത്തും ഉപദേശമാരങ്ങനെ, നമുക്ക് വേറെ ഇടവില്ല.
സഭായം കഴിഞ്ഞ് ആരും പോകരുത്, സഹോദരന്മാരും എല്ലാവരും ഇവിടെ കൂടണം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചിലരെ പറ്റി അടിയന്തരമായി കമ്മിറ്റി കൂടി ചില നടപടികൾ വന്ന് ഹോളിനകത്തല്ല, എനിക്ക് വേറെ സ്ഥലമോ സമയം, ഇത് ആരാധനാ സ്ഥലമാണ്. ഇതിനകത്ത് കയറിയാൽ സ്തുതി സ്തോത്രവും മാത്രം മുടങ്ങണം. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ദൈവം നിന്നെ പരിപാലിച്ചു. കാലിനെ വീക്ഷിക്കുന്ന പ്രാണനെ മരണത്തുനിന്നും കണ്ണിനെ കണ്ണിൽ വിടുവിച്ച ആ ദൈവത്തിന് സന്തോഷത്തോടെ നന്ദിയോടെ മഹത്വം അർപ്പിക്കണം. അതിനെ ആരാധനാ സമയം. ഇവൻ പള്ളി വെച്ച് ധൂപകലശം കൈ പിടിച്ചൊരു ഉസിയാവ്, ഞാനിങ്ങനെ പറഞ്ഞ്, പള്ളിക്കകത്ത് പുള്ളി വഴക്കുണ്ടാക്കി. യവനൊരു മോനുണ്ടായിരുന്നു യോദാം, അവൻ പള്ളി കയറുകയല്ലായിരുന്നു. 27:1-2 വായിച്ചേ. യോദാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന്, ഉസിയാവിന്റെ മകനാ യോദാ, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അടുത്തത് അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. നല്ല കുടുംബത്തിൽപ്പെട്ടതാ. പിന്നെ അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ, അവൻ തന്നെ അപ്പനാകുന്നു ഉസിയാവ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളതും ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഇവൻ പള്ളി കയറുകയല്ലായിരുന്നു. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മകൻ പള്ളി കയറുകയല്ല. നല്ല ഫാമിലി. ചില പടത്തില് ഞങ്ങളുടെ ഫാമിലി ഏതാണെന്ന്, നല്ല ഫാമിലിയാ. ഫാമിലിയുടെ വിജയമൊന്നും പറയാതിരിക്കുന്നതാ. അപ്പോൾ അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മകൻ പള്ളിയിലോട്ട് കയറുകയല്ല. യവനൊരു മകനുണ്ട്, അതാണ് ആകാശ്. അവൻ പള്ളി പൂട്ടി. 28-24 വായിച്ചേ. 28-24. 10 ഗുണം 10 ഗുണമല്ലേ? ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെ ഉടച്ചു. തുടച്ചെന്നല്ലോ, അല്ല, ഗുണം വരുന്ന കുഞ്ഞുങ്ങൾ തുടയ്ക്കും. ഇവൻ തുടക്കിയല്ല, എടുത്ത് ഉടക്കിയ. നല്ല കൊച്ചുങ്ങൾ അങ്ങനെ തുടയ്ക്കും. അല്ലെ അവിടെ പൊടിയുണ്ട്, അല്ലെ ചുക്കിലി, അതെല്ലാം തുടച്ചേ. മൈക്ക് തുടച്ച് വൃത്തിയാക്കി, ബോക്സും ഒക്കെ തുടച്ച്, സ്റ്റേജും ഒക്കെ ഒന്ന്, അത് ഗുണമുള്ള കൊച്ചുങ്ങളാണ്. അവൻ ഗുണം പിടിക്കാത്തവൻ എടുത്തടിച്ച് ഉടക്കിയ. അവൻ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചു. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു, പൂട്ടി. പള്ളി പൂട്ടി. നല്ല ഫാമിലി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുകയല്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി വെച്ച് പോയി. അവന്റെ മകനാ ഹിസ്കിയാവ്. അവൻ കുറെ ചൊവ്വുണ്ടായിരുന്നു. അപ്പൊ ഇവന് പള്ളിയൊക്കെ പൂട്ടി. പള്ളി പൂട്ടുക മാത്രമല്ല, ആകാശന്റെ ഘടികാരം, അതാ ഞാൻ പറഞ്ഞത്. ആകാശന്റെ ഘടികാരം എന്ന് പറഞ്ഞാൽ ഈ ധീരമായി അങ്ങേയറ്റം പറ്റി കിടക്കുന്ന ഹിസ്കിയാവിന്റെ അപ്പൻ ആകാശം. യവന്റെ ഘടികാരം എന്ന് ഉദ്ദേശിക്കുന്നത്, യവന് ഈ ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ച് പള്ളി പൂട്ടി, ഇവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതല്ല ഈ ചെയ്യുന്നത്. പിള്ളേരെ അഗ്നി പ്രവേശനം ചെയ്യിപ്പിക്കുന്നു, വടിവിട്ട് നടക്കുന്നു. ഒടുവിൽ ഇവന് ബാബേൽ രാജാക്കന്മാരുമായിട്ട് ചങ്ങാത്തത്തിലായി. എന്നിട്ട് ഇവന് തിക്ലത്ത് പിലേസരുമായിട്ട് ഇവന് അടുപ്പമായി. തിക്ലത്ത് പിലേസർ. അപ്പോൾ ശത്രുക്കൾ ഇവനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവന് അശൂർ രാജാവാകുന്ന തിക്ലത്ത് പിലേസരുമായിട്ട് യോജിച്ചു. ഇവരുമായിട്ട് യോജിക്കാൻ പ്രമാണമുള്ളതല്ല, ഇവൻ ചെന്ന് യോജിച്ചു. നമുക്കിനി എക്യൂമിനിക്കൽ കളിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നു. അപ്പം ഭരണമൊക്കെ മാറി വരികയല്ലേ, അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ അശൂർ രാജാവാകുന്ന തിക്ലത്ത് പിലേസരുമായിട്ട് ഇവനെ യോജിച്ച് തിക്ലത്ത് പിലേസറിന്റെ കപ്പമൊക്കെ കൊടുക്കുക. അപ്പൊ ഒരിക്കൽ ശത്രുക്കള് യുദ്ധത്തിന് വന്നപ്പോൾ ഇവൻ തിക്ലത്ത് പിലേസറിനെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നപ്പോൾ അദ്ദേഹം വന്ന് ജാതിക നാട്ടിൽ നിൽക്കുക. ഇവൻ അവിടെ തിക്ലത്ത് പിലേസറിനെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു യാഗപീഠം കണ്ടു. ജാതിക നാട്ടിൽ ഒരു കാഴ്ചക്കൽപ്പം വലിപ്പം, നല്ലൊരു യാഗപീഠം. അപ്പൊ ഇവന്റെ ആകാശന് ഇവിടെ യാഗപീഠമുണ്ട് ഇസ്രായേലിൽ, യെരൂശലേമിൽ. ആ യാഗപീഠത്തിന്റെ അളവും കണക്കുമൊക്കെ സ്വർഗത്തിലെ മാതൃക പ്രകാരമാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ച മാതൃക പ്രകാരം വേണം നീ ഇത് പണിയാൻ. അങ്ങനെ ഇവിടെ പണിത് വെച്ചേക്കുന്നത്. ശലോമോൻ അത് വിപുലമായ രീതിയിലൊക്കെ പണിത് നല്ല വൃത്തിയാക്കി. ഇതിന് കണക്കുണ്ട്.
യാഗപീഠത്തിനും തൊട്ടിക്കും അതുപോലെ കൃപാസനത്തിനും എല്ലാം കണക്കാ. അത് സ്വർഗത്തിലെ കണക്കാ. ആ കണക്കും പ്രകാരം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് ഓൾറെഡി വചനപ്രകാരം. എന്നാൽ ഇവൻ നേരെ തിക്കളത്ത് വിലേസറിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു യാഗപീഠം കണ്ടു. അത് കണ്ടപ്പോ കാഴ്ചയ്ക്ക് അല്പം വലിപ്പവാ. അവൻ പറഞ്ഞാൽ കൊള്ളാവില്ല, നല്ലതാണല്ലോ. ഞങ്ങളുടെ ഇവിടുത്തെ ഒത്തിരി ഓൾഡാ, ഔട്ട് ഓഫ് ഫാഷൻ. ഇത് കുറച്ചുകൂടെ ഇവരുടെ വർഷിപ്പ് കുറച്ചുകൂടെ കൊള്ളാം. മറ്റേന്ന് പറഞ്ഞാൽ മുഴങ്കാലയിൽ ഇരുന്ന് തമ്പാറുമൊക്കെ അടിച്ച് കയ്യുമൊക്കെ അടിച്ച് ഒരു ഔട്ട് ഓഫ് ഫാഷൻ. ഇത് കൊള്ളാം കേട്ടോ, ഇത് നല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുപോലെ ഒരെണ്ണം നമ്മുടെ അവിടെ പണിയണം. ഇന്നത്തെ രീതി വെച്ച് ഞാൻ പറയാം, ഇവനെ അവിടെ കണ്ട യാഗപീഠത്തിന്റെ ഫോട്ടോ ഒരെണ്ണം എടുത്ത് വാട്സപ്പിൽ ഇവരുടെ പുരോഗതിന് പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഹായ് പാസ്റ്റർ, ഞാനിപ്പോൾ സ്ഥലപ്പേര് എവിടെ അതിലുണ്ട്, സ്ഥലപ്പേരൊന്ന് വായിച്ചേ. ഞാൻ വചനത്തിൽ നിന്ന് അങ്ങ് തെളിയിക്കാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്നോട് വലിയ കുഴപ്പം വരികയല്ലോ. ദമ്മേശയ്ക്ക് ചെന്നെന്ന. അപ്പോൾ ഇവന് ദമ്മേശക്കിൽ ചെന്ന് അശൂർ രാജാവിനെ കണ്ടു. അപ്പൊ ദമ്മേശക്കിലെ യാഗപീഠം കുറച്ചുകൂടെ മോഡേണിസം. ഇവിടുത്തെ യാഗപീഠം ഒത്തിരി പഴയതാ. അപ്പൊ ഈ മോഡേൺ യാഗപീഠം കണ്ടപ്പോ പുള്ളിക്കൊരു ഇളക്കം. എടാ, ഇത് നമ്മുടെ സഭയിലും ഇതുപോലെ ഒരെണ്ണം നല്ലതാ. പുള്ളി എന്റെ പിക്ചർ എടുത്തു, ഫോട്ടോ ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു, അസറിയ പുരോഹിതന്. അതിന് പാസ്റ്റർ ഞാനിപ്പോൾ ലൈവിലുണ്ട്. ആട്ടെ, വേണമെങ്കിൽ തിക്കളത്ത് പിലേസരെ കാണിക്കാം. പുള്ളി ഞാൻ കാണിച്ചു. ഓക്കെ. അപ്പൊ ചോദിച്ചു, ഹായ് ബ്രദർ, എന്തോ. നമ്മുടെ ആരാധന പോലല്ല ഇവിടുത്തെ ആരാധന. ഇത് മോഡേണാ, യൂത്ത് അല്ല, നന്നായിട്ട് കൂടും. അതുകൊണ്ട് പാസ്റ്റർ ഇവിടുത്തെ ഒരു യാഗപീഠം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ദമ്മേശേക്ക് ഇന്ന് വരുന്നതിന് മുന്നേ ഇത്രയൊരെണ്ണം പണിത് വെച്ചേക്കണമെന്ന്. പണിത് വെച്ചില്ല ഇയാടെ തല കാണുകയല്ലെന്ന് രാജാവല്ലേ പറയുന്നേ. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, അയ്യോ നമുക്ക് അങ്ങനെ പ്രമാണമില്ല. നമ്മുടെ യാഗപീഠമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്ന മാതൃക പ്രകാരം പണിതണം. ഉടനെ ഇവൻ പറഞ്ഞു, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ, അങ്ങനെ പഴയ നിയമം കൊണ്ടിരുന്ന ആൾക്കാരും വരികയല്ലെന്ന് പറഞ്ഞു. ആൾക്കാരും വരികയല്ല, നമ്മൾ നാടോടുമ്പം നടുവേ ഓടണം. അയച്ചു കൊടുത്തു. പുരോഹിതനും പേടിയ ഒന്നേ പെടലി കാണുകയല്ല, അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റും, ഇല്ല ട്രാൻസ്ഫർ ഒന്ന് അട്ടപ്പാടിക്ക് എങ്ങാനും വിട്ടാ എന്നാ ചെയ്യും? ഇതെല്ലാം വലിച്ചു വാരി അട്ടപ്പാടിക്കോ അല്ലെ കാസർഗോഡ് ബേഡെടുക്ക. അപ്പം പുരോഹിതനും ചിന്തിച്ച് വെറുതെ എന്തിനാ മെനക്കുണ്ടാക്കുന്നേ. ദമ്മേശേക്കിൽ നിന്ന് ആകാശ് യെരൂശലേമിൽ വരുന്നതിന് മുമ്പ് പുരോഹിതൻ ആ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഒരു യാഗപീഠം പണിതിട്ട് ദൈവം പറഞ്ഞ യാഗപീഠം അവിടുന്ന് ഇളക്കി മാറ്റി. ഞാൻ കുറച്ചുകൂടെ ആൾക്കാർ വചനമൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വേറെ റൂട്ടിൽ പ്രസംഗിച്ചേനും. പിന്നെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഉള്ളതും കൂടെ പറയാൻ തോന്നുന്നില്ല. വെറുതെ എന്തിനാ ഞാൻ എൻ്റെ എനർജി കളയുന്നേ. വചനം ആസ്വദിക്കുന്നിടത്ത് അങ്ങനെ. ഇവിടുന്ന് വരുന്നതിന് മുന്നേ പുരോഹിതൻ ഇവൻ കാണിച്ച മാതൃക പ്രകാരം ഇവിടെ യാഗപീഠം പണിതു, മോഡേൺ. മറ്റേ അവിടുന്ന് ഇളക്കി മാറ്റി. വാക്യം വായിച്ചേ, നിങ്ങൾ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചതാ. നിങ്ങൾക്ക് വായിക്കാനായിട്ടൊരു അമാന്തം ഉണ്ട് എങ്കിലും കുഴപ്പമില്ല. ഒരു ദിവസം പശുവിന് വഴിയിലും കെട്ടാന്ന. അപ്പം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 മുതൽ ഒന്ന് വായിച്ചു തന്നാട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 വലത്തുവശത്ത് മുകളിലുണ്ട്. വായിച്ചു. ആഗാസ് രാജാവ് അശൂർ രാജാവായ തിക്കളത്ത് പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മേശേക്ക് ചെന്ന് ദൈവനാഥൻ ഞോടി വന്നേ.
ഇഞ്ഞു വന്ന് പെട്ടെന്ന് വാ, ഇങ്ങോട്ട് ഇവിടോട്ടിരുന്ന് പെട്ടെന്നൊന്ന് വായിച്ചെന്ന് വെച്ച് ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് പൊക്കോണം. മൈക്ക് ഇങ്ങോട്ട് കൊടുക്ക്. സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. പെണ്ണിക്കുളത്തെ പാസ്റ്റർ മൈക്ക് പിടിച്ചു കൊടുക്ക്. നോട്ടൊക്കെ ഞാൻ യോഗം കഴിഞ്ഞ് പിന്നെ തരാം. വേറെ വാക്യവും ഞാൻ തരാം. ഇതിപ്പോ അങ്ങ് മടക്ക്, ബൈബിൾ അങ്ങ് മടക്ക്. നോട്ട് ഞാൻ വേറെ തരാം. വേറെ ഇവർക്ക് കൊടുക്കാത്ത സാധനം തരാം. അതങ്ങ് മടക്ക്. അതിന്റെ മൈക്ക് അങ്ങോട്ട് പിടിച്ചു കൊടുക്ക്. നമ്മൾ രണ്ട് കൈ കൊണ്ടും വായിക്കുന്ന. പെട്ടെന്ന് വായിച്ചു. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിക്ലക്ക് ഇത് പണ്ടൊരാൾ പറഞ്ഞ പോലെ സിനിമാ കൊട്ടൊക്കെ മണിയും വേണം, ഞാൻ അഭിനയിച്ചും കാണിക്കണം. അപ്പം ഇത് രണ്ടും ഞാൻ ചെയ്തോണ്ടിരിക്കുക. ആഹാസ് രാജാവ് അശൂർ രാജാവായ എതിരേൽപ്പാൻ ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടു. ഇവൻ കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തു. അവരുടെ ഭാഷക്ക് അയച്ചു കൊടുത്തു. ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് അയച്ച പ്രകാരം ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. പുള്ളി അത് പണി തീർത്തില്ല. ഒന്ന് പുള്ളിയുടെ പടലി പോകുമില്ലേ, പുള്ളിയെ ട്രാൻസ്ഫർ ആക്കുമല്ലേ, പുള്ളിയുടെ കാർഡ് ക്യാൻസൽ ചെയ്യും. അങ്ങനെ ആണല്ലോ ഇപ്പം മിക്കയിടത്തും. അടുത്ത വാക്യം വായിക്കും. രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. ഈ യാഗപീഠം പുതിയത്, പഴയത് ശ്രദ്ധിക്കുന്നില്ല, പുതിയത് മോഡേൺ പണിതത് കണ്ടു. രാജാവ് യാഗപീഠത്തിങ്കൽ ചെന്നു. പുള്ളി ചാടി അതിന്റെ മണ്ടേ കയറി. പിന്നെ നോക്കിക്കോണം, ഇയാൾക്ക് ഇതിന്റെ ചാടി ഇതിന്റെ മണ്ടേ കയറേണ്ട ഒരു കാര്യമോ ഇല്ല, ഉള്ളവനല്ല. ചാടി അതിന്റെ മണ്ടേ കയറി. അടുത്തത് ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ചു. അത് പുരോഹിതന്മാരല്ലേ ചെയ്യേണ്ടത്. ഇയാൾ ചാടി കയറി ഹോമയാഗവും പാനീയയാഗവും ദഹിപ്പിച്ചു. പാനീയയാഗവും പകർന്നു. സമാധാനയാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. അടുത്തത് യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠവും അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്നു നീക്കി തന്റെ യാഗപീഠത്തിന്റെ ദൈവത്തിന്റെ യാഗപീഠം അവിടെ ഇളക്കി. എങ്ങനെയുണ്ടാ ഇവന്റെ അധികാരവും പ്രൗഢിയും പത്രാസും കാശും ആൽബലോ സൈന്യബലോ ഒക്കെ വെച്ച് ദൈവത്തിന്റെ താമരയാഗപീഠം ഇവൻ അവിടെ ഇളക്കി മാറ്റി. എന്നുവെച്ച് ദമ്മേശേക്കിലെ യാഗപീഠം കൊണ്ട് സ്ഥാപിച്ചു. അടുത്തത് തന്റെ യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് കൊണ്ടുപോയി വെച്ചു. അത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, സീനിയർ പാസ്റ്റർമാരെ ആരെയും ബഹുമാനിക്കത്തില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര്. ചിലര് ചെറുപ്പക്കാര് വരരുതെന്നോ അവര് ശുശ്രൂഷിക്കരുതെന്നല്ല. നമ്മുടെ സഭകളിൽ സീനിയറായ ധാരാളം ദൈവദാസന്മാരുണ്ട്, അവരെ ബഹുമാനിക്കണം. വേണ്ടേ? അവര് ശുശ്രൂഷയിൽ ഇരുത്തം വന്നവരും മക്കത വന്നവരും ഒത്തിരി കഷ്ടതകൾക്ക് കഴിഞ്ഞ് വന്നവരാ, പ്രായമുള്ളവര്. അവരെ ബഹുമാനിക്കണം. ഇപ്പൊ എല്ലായിടത്തുമല്ല, ചിലയിടത്ത് തന്നെ പ്രായമുള്ളൊരു ദൈവദാസനുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ ഇഷ്ടം. അദ്ദേഹം പക്വതയും പരിജ്ഞാനവും പ്രായവും ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയട്ടെ. സീനിയറായവര് ഇത് കൊച്ചു പിള്ളേരെഴുന്നേറ്റ് ഇത് ഒക്കുന്നുമില്ല പറഞ്ഞിട്ട് ഒരുത്തൻ ആശീർവാദം കൊടുത്തപ്പം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രവർത്തിപ്പാനും പോകുവാനും ഇടയായി. നിർത്തുന്നില്ല, പുള്ളി ഇതിൽ കൂടെ അങ്ങ് പ്രാർത്ഥിച്ചു പോവുക. ഇത് എന്നതാന്ന് പോലും അറിയാമല്ല. പണ്ടൊരു തന്നെ സീനിയർ പാസ്റ്റർ ഉണ്ട്, ഞാൻ പറഞ്ഞു പുള്ളി കർത്തമേശ നടത്തും, പുള്ളിക്ക് കൊടുക്ക്. ഇവൻ അറിയത്തുമില്ല. അപ്പൊ എടുത്ത് വാഴ്ത്തി നോക്കിയാ ചോദിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന് പുള്ളിയോട്. പുള്ളി പറഞ്ഞു തന്നെ അത് ഞാൻ പറഞ്ഞു. ഇതെന്നാ പറയേണ്ടത് എന്നാന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോട്ടയത്തൊരു ജോൺസൺ ഉണ്ടായിരുന്നു, സ്നാനപ്പെടുത്തി. എനിക്ക് ഇവന്റെ ലക്ഷണം കണ്ടപ്പോഴേ മനസ്സിലായി ഇവൻ സ്നാനപ്പെടുത്തിയ ഒക്കത്തില്ല. രണ്ട് പെൺപിള്ളേരെ ചാടി വെള്ളത്തിറങ്ങി. ഒരു കൊച്ചിനെ മുക്കിയപ്പോൾ അവനും അങ്ങ് മുങ്ങി. ഈ കല്ലേലെങ്ങാണ്ട് ബാലൻസിലാണ് നിന്നത്. മുങ്ങിയപ്പം കൊച്ചങ്ങും ഇവനും അങ്ങ് രണ്ടുപേരും മുങ്ങി നനഞ്ഞ് നിൽക്കുക. അടുത്ത എന്നതാ പറയേണ്ടത്, ഞാൻ മറ്റേ കൊച്ചിനോട് പറഞ്ഞ് നീ മുങ്ങണ്ടാവും, നിന്നെ മുക്കി പിടിക്കുമെന്ന് പറഞ്ഞു. കണ്ടോ, 1
അത് ശുശ്രൂഷയിൽ പ്രായമുള്ള, പക്വതയുള്ള, ഇരുത്തം വന്ന, തന്മയത്വമുള്ള, ദൈവകൃപയുള്ള, പരിജ്ഞാനമുള്ളവരെ കൊണ്ട് ജയിപ്പിച്ച എന്ത് ഭൂഷണമായിരിക്കും അത്. ഇവൻ ദൈവത്തിന്റെ താമരയാഗപീഠ അവിടെ ഇളക്കി മാറ്റി വെച്ച് ദമ്മേശക്കിലെ യാഗപീഠ അവിടെ കൊണ്ട് ഉറപ്പിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലും അവിടെ ഇവിടെയും പോയി എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സഭയ്ക്കകത്ത് കൊണ്ട് ഇറക്കരുത്. സഭയുടെ പ്രമാണം തിരുവചനമാണ്. വചനമെന്തോ പഠിപ്പിക്കുന്നു, വചനമെന്തോ പറയുന്നു, വചനമെന്തോ അനുശാസിക്കുന്നു, വചനമെന്തോ ഈ വിഷയത്തെ പറ്റി പറയുന്നേ. അതിനനുസരിച്ച് വേണം ശുശ്രൂഷ പോകാൻ. അല്ലാതെ ഞങ്ങളുടെ പാസ്റ്ററുടെ മോൻ ബാംഗ്ലൂർ ചെന്നപ്പം കിട്ടിയതാ ഈ മെത്തേഡ്, അതൊക്കെ അവൻ അവിടെ ഇറക്കിക്കോളും. ഞങ്ങളുടെ പാസ്റ്ററുടെ മോൻ ടെക്സാസിൽ ചെന്നപ്പോൾ അതൊക്കെ ടെക്സാസിൽ അവിടെ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് വചനപ്രകാരം. ഇത് ന്യൂസിലൻഡിൽ ചെന്നപ്പോൾ കിട്ടിയ ഒരു മെത്തേഡാ. അത് വേണ്ട, നമ്മുടെ മെത്തേഡ് തിരുവചനമാണ്. നമ്മുടെ അടിസ്ഥാന ആധാരം ദൈവത്തിന്റെ വചനമാണ്. നീ അവിടെ എവിടെയും കാണുന്നതും കേൾക്കുന്നതും എല്ലാം പകർത്തിക്കൊണ്ടുവന്ന് ദൈവസഭയ്ക്ക് തിറക്കിയാൽ എനിക്ക് നിനക്കും വിനയായിരിക്കും. അപ്പൊ ഞാൻ താഴെടുത്ത ഭാഗം വായിപ്പിക്കുന്നില്ല. പറഞ്ഞതിന്റെ സ്ഥാനം ഇതാ: നിന്റെ അപ്പൻ ആകാശ് ആരാധനയ്ക്ക് വിഘ്നം വരുത്തി, ആരാധനകളുടെ ക്രമം മാറ്റി, ആരാധനകളുടെ പ്രമാണം മാറ്റി. എന്നാൽ നിനക്ക് ആയുസ് വേണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ നീ അത് തിരിച്ച് ക്രമീകരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട വിഷയത്തിൽ ക്രമീകരണം വരുത്തണം. അത് ആരാധനയിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ജീവിതത്തിലുമാണെങ്കിൽ അത് ക്രമീകരണം വരുത്തിയാൽ ദൈവം നിനക്ക് ദീർഘായുസ് നൽകും, ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ വിടുവിക്കും, നിന്റെ വിഷയത്തിന് ദൈവം പരിഹാരം തരും. എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഹിസ്കിയാവ് ആ സമയത്ത് മരിക്കുന്നതായിരുന്നു ദൈവ ഇഷ്ടം. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് അവസാനം ബാബേൽ രാജാവിനെ കൊണ്ട് എല്ലാം കാണിച്ച് ഒരു ചെറുക്കനുണ്ടായി. 2-ാം വർഷത്തില് മനേശ് ഇതുപോലെ നാശം പിടിച്ചൊരു കുത്തൻ. അതുകൊണ്ട് പിടിച്ച് മേടിക്കരുതൊന്നും, അവിടുത്തെ ഹിതത്തിന് ഏൽപ്പിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ മെസ്സേജ് അങ്ങ് നിർത്താം. സ്തോത്രം. അപ്പൊ സമയമായല്ലോ, ഒരു കാര്യം കൂടെ പറയാം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഇത് നിർബന്ധിത ദൈവഹിതമാണ്. ഇസ്രായേൽ മക്കളെ കനാൻ ദേശം ഒത്തു നോക്കാൻ പോയി. എത്ര പേരാ പോയത്? 12. അവരുടെ യോഗ്യത എന്തായിരുന്നു? അവരുടെ യോഗ്യത എന്നാന്ന് കുമളിയിരിക്കുന്ന ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ പറയുന്ന നിങ്ങളുടെ മറുപടി പക്ഷേ വേറെ പുസ്തകത്തിലുണ്ട്. അവരെ പറ്റി വായിക്കുന്നവരെല്ലാം പ്രഭുക്കന്മാരായിരിക്കണമെന്ന് വായിച്ച് 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സംഖ്യാപുസ്തകം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. മതി. അപ്പോൾ 12 പേരെ അയക്കണം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരും. അവരുടെ ക്വാളിറ്റി, ഇവര് പ്രഭുക്കന്മാര് എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരായിരിക്കണം. കാരണം ദേശം ഒറ്റ നോക്കാൻ പോവുക. ആ ദേശമെല്ലാം ഒറ്റ നോക്കിയേച്ച് തിരിച്ചുവിടെ വന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കണം. അല്ലാതെ നോക്കിയേച്ച് അതിലെ ഉണ്ടയിട്ട് പോകുകയല്ല. തിരിച്ചിവിടെ വരണം. വഴിയുണ്ടോ, പുഴയുണ്ടോ, തോടുണ്ടോ, ആറുണ്ടോ, നദിയുണ്ടോ, വെള്ളമുണ്ടോ, മലഞ്ചെരിവാണോ, തീരദേശമാണോ, അതോ സമതലമാണോ, ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, ഭക്ഷണ സാധനങ്ങളുണ്ടോ, ആടുണ്ടോ, മാടുണ്ടോ, കന്നുകാലിയുണ്ടോ, മനുഷ്യരുണ്ട്, ആരൊക്കെ ഏതൊക്കെ ടൈപ്പ്, എവിടൊക്കെ എങ്ങനെ, ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടേച്ച് തിരിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കണം. അതിനാ പ്രഭുക്കന്മാരെ വിടാൻ പറഞ്ഞു. അപ്പോൾ അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തര്. അപ്പോൾ ഈ കനാൻ ദേശം ഒത്തു നോക്കാൻ ആളുകളെ അയക്കണം. ഒന്നുകൂടെ വായിച്ചേ ദൈവദാസനെ, 13-ന്റെ 1. യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അപ്പൊ ശ്രദ്ധിച്ചേ, കനാൻ ദേശം ഒറ്റ നോക്കാൻ ആൾക്കാരെ അയക്കണം. ആര് പറഞ്ഞു?
യഹോവ മോശ മുഖാന്തരം അരുളിച്ചെയ്തു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടേച്ച് മറുപടി പറയണം. കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ അയക്കണം. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശയോട്. മോശയോട് പറഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നാ ഡൗട്ട്? മോശയോട് അരുളിച്ചെയ്തു. ആ, ഒന്നുകൂടെ. കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ അയക്കണം. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശയോട്. മോശയോട് പറഞ്ഞു. ഇത് ദൈവഹിതമായിരുന്നു. ഏ ഏ ഏ ആ ദൈവം പറഞ്ഞതാ, പിന്നെ വ്യായി പറഞ്ഞതാണോ? ദൈവമാ പറഞ്ഞ, യഹോവ പറഞ്ഞെന്നാ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ? അങ്ങനല്ലേ? യഹോവയായ ദൈവം തമ്പുരാൻ മോശയോട് പറയുകയാണ്, കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ അയക്കണം. ദൈവമാ പറഞ്ഞത്. നിങ്ങൾ ആ ഭാഗം പഠിച്ചെടുക്കുക. ദൈവം പറഞ്ഞതാ, പക്ഷെ ദൈവഹിതമല്ല. ദൈവമാ പറഞ്ഞത്, പക്ഷെ ദൈവഹിതം അല്ല. പണ്ട് കല്ലേത്തെ അച്ചായൻ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുത്. ആ, മനസ്സിലായി കാണും. മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുതെന്ന് ദ്വയാർത്ഥ പ്രയോഗമാണ്. മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ നിന്നെ പിടിക്കരുതെന്ന്. ആ, അച്ഛൻ അങ്ങനത്തെ നല്ല വർത്താനം പറയും. ഒരിക്കല് പഴയ പേരെ മാറ്റി, ഓലയായിരുന്നു, അത് മാറ്റി ചോടിട്ടോണ്ടിരിക്കുക. ഓടിട്ടോണ്ടിരുന്നപ്പം ഒരു വീട്ടില്, അപ്പൊ അച്ഛൻ അങ്ങോട്ട് നടന്നു ചോദിച്ചു, ആ ഓടിട്ട് കാലിയോ? ആ അതാ അച്ഛാ. അപ്പൊ പുള്ളി വിളിച്ചു, ആട്ടെ ഓടിടുന്നതൊക്കെ നല്ല, മോളോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അയ്യോ, അവള് ഇന്നലെ ഉണ്ടായിരുന്നു, അവൾ ആ ഓടിന് കാശ്. പുള്ളി ചോദിച്ചത് കമത്തോടിന്റെ കാര്യമാണ്, മോളോട്, മുകളിലിടുന്ന ഓട്. അപ്പം വീട്ടുകാരനോടത്തത് പുള്ളിയുടെ മൂത്ത മോളോട് പറഞ്ഞു വന്നാ. അങ്ങനെ പുള്ളി പറഞ്ഞു, അവൾ ഇന്നലെ ഉണ്ടായിരുന്നു, അവൾ അതിന് കാശും തന്നത്. പുള്ളി മോളോട് പറഞ്ഞെന്ന് കമത്തോടിന്റെ കാര്യമാണ് പുള്ളി. അങ്ങനെ പുള്ളിക്ക് ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായിരുന്നു. ആ പുള്ളി അങ്ങനെ ചില സംസാരങ്ങളുണ്ടായിരുന്നു. എൻ്റെ പാസ്റ്റർ, എനിക്കിപ്പോൾ ഒരു അസുഖം, എനിക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ ഉടനെ വിശക്കുകയില്ല. പുള്ളിയുടെ അസുഖമാണ്. വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ ഉടനെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. നല്ലതുപോലെ കണ്ണടച്ചാൽ എനിക്കൊന്നും കാണാൻ മേല. ഇതൊക്കെയാ പുള്ളിയുടെ അസുഖങ്ങൾ. ഇരുന്നാൽ എനിക്ക് എഴുന്നേക്കാനൊക്കത്തില്ല ഉടനെ. അപ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തെന്ന. അപ്പൊ ഈ കനാൻ ദേശം ഒത്തു നോക്കാൻ പറഞ്ഞത് ദൈവമാ, പക്ഷേ ദൈവഹിതമല്ല. ഉദാഹരണം പറഞ്ഞേച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദാഹരണമാണ്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ വിടും. തൃച്ചിയിലും കൊടൈക്കനാലും ഊട്ടിയും ബാംഗ്ലൂരും ഒക്കെ വിടും. നല്ല കാര്യം. ചില പെൺപിള്ളേർ നന്നായിട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് വരും. ചില പെൺപിള്ളേർ പഠിക്കും, സർട്ടിഫിക്കറ്റും ഉണ്ട്, പക്ഷേ വേറെ പഠിത്തം എല്ലാവരും അല്ല. അപ്പൊ ഈ പെണ്ണ് വന്നു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ കടമയല്ലേ ഒരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അവര് കല്യാണം ആലോചിക്കുമ്പോൾ എന്ത് ചെയ്താൽ ഇവള് എട്ടുക്ക് വേടുക്കും അടുക്കുകയില്ല. അവൾ പറഞ്ഞത് എനിക്കിപ്പം വേണ്ടാന്ന്. അപ്പം പിന്നെയും ചോദിച്ചോടി, നല്ല ആലോചനയാ, എനിക്കിപ്പം വേണ്ട, എനിക്ക് ഇനിയും പഠിക്കണം. പിന്നെ കണ്ടമാനം നിർബന്ധിച്ച് ഇവളെ പിണങ്ങി ഇണങ്ങി എല്ലാം പറഞ്ഞിട്ട് ഇവള് നല്ല പ്രപ്പോസലാ, അടുക്കുന്നില്ല. അമേരിക്ക വന്നു, ലണ്ടൻകാരൻ വന്നു, അയർലൻഡിൽ നിന്ന് വന്നു, നാട്ടിൽ നിന്ന് വന്നു, നോർത്ത് ഇന്ത്യയിൽ നിന്ന് നല്ല ആലോചന, ഇവളിതെല്ലാം തട്ടിക്കളയുക. അപ്പൊ കണ്ടമാനം ഇങ്ങനെ തട്ടിക്കളയുമ്പോ അമ്മ ചിലപ്പോ ഇടഞ്ഞ് ചോദിച്ചാൽ ഇവള് അടുക്കുകയില്ല. അപ്പൊ അമ്മയുടെ അനിയത്തിയോട് ചിലപ്പോ പറയും, സൂസമ്മ നീ അവളോടൊന്ന് ചോദിച്ചു, പല ആലോചന നല്ല ആലോചന വന്നിട്ട് അവൾ അടുക്കുന്നില്ല. അപ്പന് പ്രായമായി വരിക, എനിക്കും ക്ഷീണമുണ്ട്, അവളെ ഒരുത്തൻ്റെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ അമ്മയുടെ അനിയത്തി സൂസമ്മ വന്ന് ചോദിക്കുക, എടി ബ്ലസ്സി, നിനക്ക് എന്തുവാ കല്യാണമെല്ലാം നീ തട്ടിക്കളന്ന്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. നിന്റെ അമ്മയുടെ അനിയത്തിയൊക്കെ ആണെന്നല്ലോ നിനക്ക് പറയാമല്ലോ. അപ്പൊ ഇടഞ്ഞിടഞ്ഞ് ചോദിക്കുമ്പോൾ ഇവള് ചിലപ്പോൾ പറയും, ആ സൂസമ്മ എനിക്ക് ഒരാളുമായിട്ടൊരു അടുപ്പമുണ്ട്. അത് നീ അങ്ങ് പറഞ്ഞാൽ പോരെ. എവിടാ? അത് ബാംഗ്ലൂർ പഠിച്ചപ്പോൾ അവനുമായിട്ട് ഞങ്ങൾ പാർക്കിലൊക്കെ ഒത്തിരി പോയതാ. അവൻ്റെ ബുള്ളറ്റല്ലായിരുന്നു അവിടെ അല്ല.
പടപടപടപടാന്ന്. അപ്പൊ ചോദിച്ചു, എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഇത്ര ആലോചന നീ തള്ളി വിട്ടത്? ഞാൻ കല്യാണം കഴിക്കുന്ന അവനും അങ്ങനെ. അപ്പൊ ചോദിച്ചാട്ടെ, അവന്റെ പേരെന്നാ? അവന്റെ പേര് ഡാനി ജോസഫ്. ആയിക്കോട്ടെ, നല്ല പേരാന്നല്ലോടി, കാണാൻ എങ്ങനെ ഉണ്ട്? ഉടനെ തന്നെ തോണ്ടി കാണിച്ചു. ഇവരേത് സഭ? IPC ആന്നോ ചർച്ച? അല്ലല്ല, അവര് ഓർത്തഡോക്സ്. ഉടനെ സൂസമ്മ, അയ്യോ നമുക്കത്, നിന്റെ അപ്പൻ സഭയുടെ സെക്രട്ടറി, വല്യപ്പൻ ഈ സഭ തുടങ്ങി, നിന്റെ അമ്മ സോദരി സമാജത്തിന്റെ പ്രസിഡന്റ്, ഉപ്പാപ്പനാണ് രക്ഷാധികാരി, അപ്പൊ പിന്നെ ഇത് മോശമാണ്, ഒക്കത്തില്ല. അപ്പൊ ഇവള് പറയില്ലല്ലോ, കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാൻ ഡാനിയെ മാത്രമേ. അപ്പൊ പിണങ്ങിയൊക്കെ പറഞ്ഞിട്ട് ഇവള് സമ്മതിക്കുകയല്ല. ചിലപ്പോ ഒന്ന് അടിച്ചെന്നിരിക്കാം അമ്മ. അപ്പൊ ഇവക്ക് വീര്യം കൂടി. എന്ത് ചെയ്താ ഇവള് ഇതിനെ സമ്മതിക്കൂ? കണ്ടമാനം ബഹളവും മടക്കവും ആകുമ്പം വീട്ടിലെ പ്രായമുള്ള മുതിർന്നവര് എന്ന് അപ്പനോട് പറയും, ചോദിക്കുഞ്ഞേ, ഇനി അവളെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. അവൾ വേറെ അവിവേകം വല്ലതും കാണിക്കോ, ഇറങ്ങി പോവുമോ, വേറെന്തെങ്കിലും അവിവേകം കാണിച്ചാൽ നമുക്ക് ആർക്കും വെളിയിൽ ഇറങ്ങി നടക്കാനൊക്കെ ഇതിൽ സഭയ്ക്കൂടെ നാണക്കേടാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ജോയിക്കുട്ടി ഒരു കാര്യം ചെയ്യും, അങ്ങ് നടത്തി കൊടുക്കുക. സഭയിൽ അത്യാവശ്യം ആരോടെങ്കിലും പറ, അത്യാവശ്യം പോട്ടെ, നമുക്കങ്ങ് സമ്മതിക്കാം. അങ്ങനെ ചിലപ്പോൾ ഈ വിവാഹം നടത്തിയെന്ന് വരാം. അത് അപ്പന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണോ? അല്ല, ഇവിടെ നിർബന്ധത്തിനാണ് എന്ന് പറഞ്ഞതുപോലാണ് കനാൻ ദേശം ഒത്തു നോക്കാൻ ദൈവം ഇവരെ അയച്ചത്. ഇനി 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിരും. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തെന്ന ഇസ്രായേൽ മക്കൾ മതി. യഹോവ പിന്നെയും എന്ന് പറഞ്ഞാൽ വീണ്ടും മുന്നേ ദൈവം ചില കാര്യം പറഞ്ഞു, അത് അനുസരിക്കാതെ വന്നപ്പം ദൈവം പിന്നെ ഇത് പറഞ്ഞു. അനീഷ് കാവാലം പിന്നെയും വന്നു എന്ന് പറഞ്ഞാൽ മുന്നേ വന്നതാ. ആണ്ട പാസ്റ്റർ പിന്നെയും പ്രസംഗിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ മുന്നേയും പ്രസംഗിച്ചതാ. യഹോവ പിന്നെയും, അപ്പോൾ യഹോവ മുന്നേ ചില കാര്യം പറഞ്ഞു. മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നപ്പോഴാ ദൈവം പിന്നെ ഈ കാര്യം പറഞ്ഞത്. മുന്നേ എന്തുവാണ് ദൈവം പറഞ്ഞത്? മുന്നേ പറഞ്ഞത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിച്ച്. നേരത്തെ എന്തുവാ ഈ വിഷയം സംബന്ധിച്ച് ദൈവം പറഞ്ഞത്? ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ആവർത്തനം 1:19. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മളോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോര്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർന്നയിൽ എത്തിയിരിക്കുന്നു. പിന്നെ അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. കണ്ടോ, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അടുത്തത്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്നത് കൈവശമാക്കണം. പിന്നെ ഭയപ്പെടരുത്, ധൈര്യപ്പെടുകയും അരുതെന്ന് നിങ്ങൾ നിർത്തണേ. അടുത്തത് ഞാൻ പറയുമ്പോൾ വായിക്കണം. അപ്പോൾ ഇതായിരുന്നു ദൈവാലോചന. നമ്മളിത് കാദേശ് ബർന്നയിൽ വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, അതാ കനാൻ ദേശം ചെന്ന് കൈവശമാക്കണം. പേടിക്കരുത്, ഭ്രമിക്കരുത്. അവിടെ ശത്രുക്കളുണ്ട്, പക്ഷെ നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടുണ്ട്. ആ ദേശം നിങ്ങൾക്ക് തരും. പിതാക്കന്മാരോട് അരുളി ചെയ്തതാ. അതുകൊണ്ട് ചഞ്ചലിക്കുകയും നിരാശപ്പെടുകയും ഭാരപ്പെടുകയും ചെന്ന് കൈവശമാക്കണം. ഇതായിരുന്നു ദൈവഹിതം. പക്ഷെ അടുത്ത വാക്യം വായിച്ചേ. ചെന്ന് കൈവശമാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ അടുത്തു വന്ന് നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. കണ്ടോ, അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ ചെന്ന് കൈവശമാക്കണം, ദേശം പിടിച്ചടക്കാൻ പറഞ്ഞപ്പോ നിങ്ങളെല്ലാരും കൂടെ അടുത്തു വന്നെന്ന്. അത് കുത്തിട്ടാ പറഞ്ഞ അല്ലേ, ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ. അപ്പോൾ നിങ്ങളെല്ലാരും കൂടെ എന്ന് പറഞ്ഞാൽ കമ്മിറ്റി, കൗൺസിൽ, ഖജാൻജി, സെക്രട്ടറി, അസിസ്റ്റന്റ്, സൂപ്രണ്ട്, ഓവർസിയർ, മെമ്പേഴ്സ്, കൗൺസിലേ. താങ്ക് യു ലോർഡ് ജീസസ്. കള്ളയോട്ടിട്ടും കാല് വാരിയും കുതികാല് വെട്ടിയൊക്കെ ആണല്ലോ. ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി വെച്ച് പറഞ്ഞു. പിന്നെ അപ്പൊ നിങ്ങളെല്ലാരും കൂടെ അടുത്ത് വന്ന് നാം ചില ആൾക്കാരെ
മുൻകൂട്ടി അയക്കുക. മുൻകൂട്ടി അയക്കുക. അവർ ദേശം ഒറ്റുനോക്കി നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. നിർത്തിക്കേ, അടുത്തത് ഞാൻ പറയുമ്പോൾ വായിക്കണം. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ആ ദേശം ചെന്ന് കൈവശമാക്കണം. നിങ്ങളുടെ മുമ്പ് ഞാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് അരുളി ചെയ്ത ദേശമാ ഞാൻ തരും. ഇത് ദൈവം പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, പുള്ളി മേളിയിരുന്ന് അങ്ങനെ പറയുള്ളൂ, നമ്മളാ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ആൾക്കാരെ മുന്നേ വിടണം, ഒറ്റ നോക്കാൻ വിടണം. നമ്മൾ ഗ്ലോറി വിറ്ററിയെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവൻ നമ്മളെ കയറി അടിച്ചാൽ നമ്മൾ തോലെയും, പുള്ളി മേളി ഇരിക്കത്തേ ഉള്ളൂ, നമ്മൾ അനുഭവിക്കുന്നത്. പുള്ളിക്ക് മേളി ഇരുന്നുകൊണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി. തറ നിൽക്കുന്ന നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്ത് ആദ്യം വിടണം. നമുക്കിപ്പോൾ ആൾക്കാരുണ്ടല്ലോ, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, വമ്പൻ തോക്കുകൾ നമ്മുടെ കിടപ്പുണ്ട്. കേന്ദ്രത്തിൽ പിടിയുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരുണ്ട്, മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരുണ്ട്, പ്രധാനമന്ത്രിയോട് അടുപ്പമുള്ളവരുണ്ട്, പിന്നെ ഗവർണറുമായിട്ട് അടുപ്പമുള്ളവരുണ്ട്, പാർട്ടി ലെവലിലും പിടിയുള്ളവർ ഉണ്ട്. നമുക്കിപ്പം പഴയ നല്ല പിടിയുണ്ട്. അതുകൊണ്ട് പുള്ളി അങ്ങനെ മേളിയിരുന്ന് പറയും, പൊക്കോ എടുത്തോ വിടുതല എന്നൊക്കെ പുള്ളി മേളിയിരുന്ന് പറഞ്ഞാൽ മതി. നമ്മളത് അറിയാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം, പഴയത് പോലെ നമുക്കിപ്പോൾ ക്യാഷ് ഉണ്ട്, ചുറ്റുപാടുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ കുറച്ച് പേരെ വെയിറ്റ് ചെയ്യും, കുറച്ച് പേരെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് അവരെ മുൻകൂട്ടി അയക്കണം. അവരവിടെ ചെന്ന് ദേശമെല്ലാം കാണും. നമ്മൾ പോകേണ്ടുന്ന വഴിയെല്ലാം കുറിച്ച് അവർ മനസ്സിലാക്കി റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവരും. ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അടുത്ത പാദം ഞാൻ നിർത്തിയെടുത്ത് അടുത്ത പാദം വായിച്ചേ. ആ വാക്ക് എനിക്ക് ബോധിച്ചു. മോശ പറയാ, ആ വാക്ക് എനിക്ക് ബോധിച്ചെന്ന് മതി. ആ വാക്ക് എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞത് ബോധിച്ചില്ല, കമ്മിറ്റിക്കാർ പറഞ്ഞത് മോശ പറഞ്ഞ ആ വാക്ക് എനിക്ക് ബോധിച്ചെന്ന്. ദൈവം പറഞ്ഞത് പൊക്കോ, ഞാൻ മുന്നേ പോകുന്നുണ്ട് തരുമെന്ന്, അത് ബോധിച്ചില്ല. ഇവര് പറഞ്ഞ കാര്യം മോശയ്ക്കും ബോധിച്ചു. എല്ലാവരുടെ ബോധിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞ, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ആർക്കും ബോധിക്കുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ ബോധിക്കുന്നത്. അതുകൊണ്ടാ സംഖ്യാപുസ്തകം 13 പറഞ്ഞത്, യഹോവ പിന്നെയും മോശയോട് പറയുകയാ, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കാൻ ആൾക്കാരെ അയക്കാൻ. ഒറ്റുനോക്കുന്നത് ദൈവഹിതമല്ല, ഇവർ തീരുമാനിച്ചത് കൊണ്ട് ദൈവം ആ വഴി കൂടെ അങ്ങ് വിട്ടു. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അടിക്കുന്ന വഴി പോയില്ലേ, പോകുന്ന വഴി അടിക്കുക. ദൈവഹിതത്തിനായി നമ്മെ സമർപ്പിക്കണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ഒരു കാര്യം പറഞ്ഞ് വാക്ക് നിർത്തുക. നാം ദൈവഹിതത്തിൽ നിന്ന് സമർപ്പിച്ചേ നമുക്കൊരു ദോഷവും വരികയില്ല. ഉദാഹരണം നമ്മുടെ കർത്താവാണ്. വിശദീകരിക്കുന്നില്ല, വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കർത്താവ് ഗെത്സമനെ വെച്ച് പ്രാർത്ഥിക്കുക, വരുവാനുള്ള പങ്കപ്പാടുകളും പീഡകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് യേശു പ്രാർത്ഥിക്കുക. ഇന്നലെ ഓർപ്പിച്ചല്ലോ, വിയർപ്പ് രക്തത്തുള്ളിയായി, പ്രാണവേദനയിലായി, ആ പീഡകളെല്ലാം കണ്ട പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, നീക്കണമെന്ന് പറഞ്ഞിട്ട് ചേർന്ന് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഹിതം. കണ്ടോ, പ്രാണവേദന ആയിട്ട് പറയുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് മാറ്റണം. എന്നിട്ട് ചേർത്ത് പറഞ്ഞു, അയ്യോ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ചു. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാൽ ഇങ്ങനെ കാണുന്നത്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവഹിതത്തിനായി സമർപ്പിച്ചാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നമുക്ക് എതിരാകും ഇല്ലേ? ദൈവഹിതത്തിന് നമ്മൾ സമർപ്പിച്ച ഭാര്യ ചിലപ്പോൾ എതിരാകും, ഭർത്താവ് ചിലപ്പം എതിരാകും, മക്കളും ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. സഭയുടെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പലർക്കും അനുഭവമുണ്ട്. അവർ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പെമ്പള പറയും, നിങ്ങൾക്ക് എന്നാ അതിന്റെ സൂക്കാടാ ചോദിക്കല്ലേ? പിന്നെ നമ്മൾ പൊതുവിൽ സോപ്പിട്ട് എൻ്റെ ഭാര്യ സൂസമ്മ അവളെ പിന്നെ അവളെടുത്തിട്ട് അലക്കിയ ചരിത്രം വരെ. സ്തോത്രം.
നമ്മൾ ദൈവഹിതത്തിന് ഏൽപ്പിക്കുമ്പോൾ ഭാര്യ ചിലപ്പം എതിരാകും, ഭർത്താവും ചിലപ്പം എതിരാകും, മക്കളെതിരാകും. പപ്പ എന്നാ ഓർത്തോണ്ടാ പുൾപ്പിറ്റ കയറിയത് പറഞ്ഞതെന്ന് ചോദിച്ചു എതിരുണ്ടാക്കും, ഇല്ലേ? എതിരുണ്ടാകും. സഭക്കാർ ചിലപ്പോൾ എതിരാകും, നമ്മുടെ സഹോദരങ്ങളും ചിലപ്പോൾ നമുക്ക് എല്ലാവരും നമുക്ക് എതിരാകി. എന്തിനാ? നാം ദൈവഹിതത്തിനായി സമർപ്പിക്കുമ്പോൾ. പക്ഷേ നീ ധൈര്യപ്പെട്, എല്ലാവരും എതിരാകുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയക്കും. നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും, നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. ദൈവഹിതത്തിനായി നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു